ഏറ്റവും സമാധാനികരായ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാരഥ്യം വഹിക്കുന്ന അഭിനന്ദനായ ദാരിമി ഉസ്താദ് അവറുകളെ, വേദിയിൽ സന്നിഹിതരായ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ട്രഷറർ പ്രിയപ്പെട്ട ഹാജി സാഹിബ്, പ്രിയങ്കരനായ ബാപ്പുജി, മറ്റ് സ്നേഹധന്യരായ ഉമറാക്കളെ, പ്രിയങ്കരരായ ഉസ്താദുമാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിത വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ ഉമ്മ പങ്കന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മഹത്തായ നിയ്യത്തിനെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ പവിത്രമായ നിലനിൽപ്പിനു വേണ്ടി അഭിമാനകരമായ രൂപത്തിൽ ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വിജ്ഞാനത്തിലൂടെ വിമോചനത്തിലേക്ക് എന്ന ഏറ്റവും ജൈവികമായ ഉത്തരവാദിത്വത്തെ പ്രയോഗവൽക്കരിക്കുന്ന ഈ പ്രദേശത്തെ ആത്മീയ വൈജ്ഞാനിക കേന്ദ്രമാണ് ഈ മഹത്തായ സ്ഥാപനം. തന്റെ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു ജനതയുടെ ആത്മീയ പുരോഗതിക്കും തലമുറകളോളം സജീവമാക്കി നിലനിർത്താൻ കഴിയുന്ന വൈജ്ഞാനിക പ്രചോദനത്തെയും നൂറുകണക്കിന് സ്ഥാപനങ്ങളുടെ അമരത്തിരുന്ന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ദീനിന്റെ വെളിച്ചമെത്തിക്കുന്ന വലിയ ശിഷ്യ പരമ്പരയുടെയും ഒക്കെ അനൽപമായ അപൂർവമായ സേവന സഭര്യ സമൂഹത്തിന് സമർപ്പിച്ച അനുഗ്രഹീതനായ വഴികാട്ടിയാണ് മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർഖദഹു. മഹാനവറുകളുടെ പേരിലുള്ള ഒരു സ്ഥാപനം, ആ വഴിയിൽ സഞ്ചരിക്കുന്ന അവരുടെ ശിഷ്യന്മാര് നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനം, അതിനോട് പൊരുത്തവും നിയ്യത്തുമൊക്കെ കാണിക്കുന്ന ഒരു നല്ല നേതൃത്വം, പ്രിയപ്പെട്ട ദാരിമി ഉസ്താദിനെ പോലെയുള്ള ചടുലമായ ഒരു പ്രവർത്തന ശൈലി, അതിന് പിന്തുണക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ, ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോ ഒരു പ്രദേശത്തെ വെളിച്ചമായി, ഒരു കാലഘട്ടത്തിന്റെ വെളിച്ചമായിരുന്ന മഹാനായ ശംസുൽ ഉലമയുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന് മാറാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. വെളിച്ചം എന്നത് ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ നിലനിർത്തുന്നതിന്റെ അടയാളമാണ്. ഇരുട്ട് എന്നത് മനുഷ്യനെല്ലാം അവസാനിപ്പിക്കുന്നതിന്റെ അടയാളമാണ്. ഭൂമിയിൽ സമൂഹത്തിന്റെ ചരിത്രം നിലനിൽക്കുന്നത്, കാലങ്ങളുടെ സഞ്ചാരപഥങ്ങൾ നിർണയിക്കപ്പെടുന്നത്, മനുഷ്യന്റെ നിത്യസഞ്ചാരത്തിൽ ഇത് രാത്രിയാണ്, ഇത് പകലാണ് എന്ന് അടയാളപ്പെടുത്തുന്നത്, ഇത് കർമ്മമാണ്, ഇത് വിശ്രമമാണ് എന്നവനെ ബോധ്യപ്പെടുത്തുന്നത്, ഇത് നിന്റെ പ്രവർത്തന മണ്ഡലമാണ്, ഇത് നിന്റെ വിശ്രമസ്ഥലമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്, ഇത് നിന്റെ ഉണർച്ചയാണ്, ഇത് നിന്റെ ഉറക്കമാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നത് എല്ലാം വെളിച്ചവും അന്ധകാരവുമാണ്. മനുഷ്യനിൽ ഇരുട്ട് അവനെ ബോധ്യപ്പെടുത്തുന്നു അവന്റെ വിശ്രമത്തെക്കുറിച്ച്, അവന്റെ സന്തോഷത്തെക്കുറിച്ച്, അവന്റെ ആനന്ദത്തെക്കുറിച്ച്, അവന്റെ സ്വകാര്യതയെക്കുറിച്ച്, അവന്റെ ഏറ്റവും നിഗൂഢമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അവന്റെ ഏറ്റവും ക്രിയാത്മകമല്ലാതെ ഒരുപക്ഷെ മാറിയേക്കാവുന്ന നിശബ്ദമായ നിമിഷങ്ങളെക്കുറിച്ച് ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് അവന്റെ ഇരുട്ടാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം നൽകുന്ന പ്രചോദനം അത് ഉറക്കിൽ നിന്ന് ഉണരാനുള്ള ശക്തിയാണ്, അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയുള്ളവനാകാനുള്ള ഒരു പ്രേരണയാണ്, ഊർജം നഷ്ടപ്പെട്ടവന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഊർജ്ജസ്വരനായി തീരാനുള്ള ഒരു വിവേകമാണ്. മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് നിന്ന് ഒരു പ്രതീക്ഷയുടെ കിരണത്തെ ജീവിതത്തിൽ ആവാഹിച്ചെടുക്കാനുള്ള കരുത്താണ്. അങ്ങനെ വെളിച്ചം മനുഷ്യന് നിരന്തരമായി അവന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ
അവനെ പിന്തുടരുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ തുടക്കത്തിന്റെ ശക്തിയാണ്. അവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും പ്രസക്തി. യാദൃശ്ചികമല്ലാത്ത ഒരുപക്ഷെ ഈ പ്രദേശത്തിന്റെ ഒരു വലിയ നിമിത്തം പോലെ അള്ളാഹുവിന്റെ അപാരമായ ഒരു തൗഫീഖ് കൊണ്ട് ഇവിടെ രൂപീകൃതമായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് ഒരു നാടിന്റെ മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ മാത്രമല്ല, ഒരു തലമുറയുടെ തന്നെ വെളിച്ചമാകാൻ സാധിക്കുന്ന വൈജ്ഞാനിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനം. ആ വൈജ്ഞാനിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മനസ്സിൽ അന്ധത പാലിച്ച്, കണ്ണിൽ അന്ധത വന്ന്, ബുദ്ധിയിൽ അന്ധത വന്ന്, ജീവിതത്തിൽ അന്ധത വന്ന്, തന്റെ വൈജ്ഞാനിക മേഖലകളിൽ അന്ധത വന്ന്, തന്റെ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇരുട്ട് കയറി എല്ലാ അർത്ഥത്തിലും നിർജീവമായിരുന്ന ഒരു ജനതയെ തന്റെ വൈജ്ഞാനിക പ്രഭ കൊണ്ട് ദിശനശാലിയായ ആ മനുഷ്യന്റെ വിവേകപൂർണമായ ഇടപെടലുകൾ കൊണ്ട് ഒരു കാലഘട്ടത്തെയും ഒരു തലമുറയെയും അവർ ജീവിക്കുന്ന കാലഘട്ടങ്ങളോളവും വൈജ്ഞാനികമായ വെളിച്ചത്തിലേക്ക്, ആത്മീയമായ പ്രഭയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ മഹാനാണ് ശംസുല്ലമ. വെളിച്ചത്തെ കൊണ്ട് സമൂഹത്തെ സമുദ്ധരിച്ച മഹാൻ, വെളിച്ചത്തെ സമൂഹത്തിന്റെ നിർമ്മാണാത്മകമായ ഒരു ഗുണപ്രദമായ ഒരു പുരോഗതിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ മഹാൻ. അതുകൊണ്ട് തന്നെ വെളിച്ചം എന്നതൊരു ഉത്തരവാദിത്തമാണ്. ലോകത്തുള്ള വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് ആ ഇരുട്ടിനെയും വെളിച്ചത്തെയും ബോധ്യപ്പെടുത്തിയിട്ടാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത? അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പുറപ്പെടുവിക്കുന്നവരാണ്. യുഖ്രിജൂന മിനദ്ദുലുമാതി ഇലന്നൂർ എന്ന വാക്കിനർത്ഥം കേവലമായ ഇരുട്ടിന് ശേഷം വെളിച്ചം വരിക എന്നതല്ല. അന്ധകാരത്തിന്റെ തമസിന്റെ ആഴത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ വിശാലതയെ പുറത്തെടുക്കാൻ കഴിയുന്നവരാണ്. ഭൂമിയിൽ ഒരു മനുഷ്യൻ എവിടെയെല്ലാം നന്മയുടെ ഭാഗമായിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞവനാണ്. ജാഹിലിയ കാലഘട്ടം എന്നത് ഇരുട്ടാണ്. ചരിത്രം പോലും അതിന് ഇരുട്ടിന്റെ കാലഘട്ടം, ഡാർക്ക് ഏജ് എന്നാണ് വിശേഷിപ്പിച്ചത്. ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇരുട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനമില്ലാത്തതല്ല. ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇരുട്ട് സമ്പത്തില്ലാതെ ദരിദ്രന്മാരായതല്ല. ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇരുട്ട് ആ സമൂഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞ പ്രൗഢിയും സൗന്ദര്യവും അവരുടെ ആനന്ദങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്തതല്ല, ആയുസ്സില്ലാത്തതല്ല, പ്രൗഢി ഇല്ലാത്തതല്ല, അവരുടെ ശരീരപ്രകൃതം ഇല്ലാത്തതല്ല, എല്ലാമുണ്ട്. ഒരു തലമുറക്ക് വേണ്ട എല്ലാ സുഖീയമായ അനുഭവങ്ങളുമുള്ളവരാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ജനത. പ്രവാചകന്റെ അനുയായികൾ അനുഭവിച്ച ത്യാഗത്തിന്റെ 1001 പോലും അനുഭവിച്ചിട്ടില്ലാത്ത സമ്പന്നതയുടെ സുഖസുഷുപ്തിയിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിന്റെ വികസനത്തിന്റെ അടയാളങ്ങളെല്ലാം അനുഭവിച്ച ഒരു ജനത. എന്നിട്ടുമെന്തേ അവർ ചരിത്രത്തിന്റെ അന്ധകാരത്തിലായിപ്പോയി? എന്നിട്ടുമെന്തേ അവർ ചരിത്രത്തിന് ഇരുട്ടിൽ പിറന്നവരെന്ന് ലോകം വിധിയെഴുതി? എന്നിട്ടുമെന്തേ അവർ ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇരുട്ട് കയറിയവരെന്ന് ലോകം പറയുന്നു? ആ ഇരുട്ട് പുറമെയുള്ള പ്രകാശം അണഞ്ഞു പോയതല്ല, അകമയുള്ള പ്രകാശം സ്വീകരിക്കാൻ കഴിയാതെ പോയതാണ്. ഉള്ളിലെ വെളിച്ചം അവർക്കില്ലാതെ പോയി. അവർക്ക് ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതെ പോയി. പെണ്ണിനെയും ഉമ്മയെയും തിരിച്ചറിയാതെ പോയ ആ അന്ധകാരം അവരെ പിടികൂടി. അള്ളാഹു എന്ന പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിന്റെ അപരിമേയമായ ശക്തിയെ അവർ വെല്ലുവിളിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനെതിരെ പ്രവർത്തിച്ചു. ഈ ഭൂമിയുടെ ക്രമം അവർ തെറ്റിച്ചു. ഈ സാമൂഹികമായ ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആധാരശിലയെ അവർ തകർത്തെറിഞ്ഞു. അങ്ങനെ വന്നപ്പോ ഒരൊട്ടകത്തിന്റെ മൂക്കുകയറിന് വേണ്ടി 40 കൊല്ലക്കാലത്തോളം ഗോത്ര പോരാട്ടം നടത്തുന്ന അത്ര ധാർമ്മികമായ സംസ്കാരപരമായ ഔന്നിത്യം ഇല്ലാതെ നശിച്ചുപോയ ഒരു ജനതയുടെ അന്ധകാരം ലോകം കണ്ടു. നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് മരപ്പറമ്പിലൂടെ അലഞ്ഞു നടന്നിരുന്ന അപസരും അപരിഷ്കൃതരുമായ ഒരു ജനതയായി അവർ പരിണമിച്ചു. ഒരു സമൂഹത്തിന്റെ മുന്നിൽ മദ്യപിച്ച മതോന്മത്തരായി ലക്കുകെട്ട് മതിരാക്ഷകളുടെ മടിത്തട്ടിൽ തലചായ്ച്ചു കിടന്നിറങ്ങിയ ഒരു ജനതയുടെ നഷ്ടമായി ആ സമൂഹം മാറി. സംസ്കാരമില്ലാത്തവർ, ധാർമ്മികതയില്ലാത്തവർ, മൂല്യമറിയാത്തവർ, നന്മ അറിയാത്തവർ, അതാണ് ലോകം കണ്ട ഇരുട്ട്. വിജ്ഞാനമില്ലാത്തവരായിരുന്നില്ല. പ്രവാചകൻ പരിശുദ്ധമായി ഇതിന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രാസഭംഗിയിൽ സുന്ദരമായ കാവ്യലീലകൾ ലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞ കവികൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഭാഷയുടെ ഔന്നിത്യത്തെ നിരക്ഷരനായ പ്രവാചകൻ ഭാഷയുടെ ലോകത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഭാഷയുടെ അപാരമായ സാമർഥ്യങ്ങളെ കൈവെള്ളയിൽ ഒതുക്കിയ വൈജ്ഞാനിക പടുക്കള കാലഘട്ടത്തിലുണ്ടായിരുന്നു. സമ്പത്ത് കൊണ്ട് ജീവിതത്തെ അപാരമായ ആനന്ദത്തിന്റെ നിർവൃതിയിൽ നിന്ന് ആ ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ച ശക്തിയുടെ പ്രതീകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് ആ കാലഘട്ടത്തിന്റെ ഇരുട്ട്? അവർക്ക് ഇൽമിന്റെ, യഥാർത്ഥ ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ആത്മീയ ജ്ഞാനത്തിന്റെ ഇരുട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് സമൂഹത്തിന്റെ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നു. ഉത്തരവാദിത്തങ്ങളുടെ ദീപ്തി നഷ്ടപ്പെട്ടവരായിരുന്നു.
തഖ്വയുടെ വെളിച്ചം കിട്ടാതെ പോയവരാണ്. അവരാണ് യുഖ്രിജൂന മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അപരിമേയമായ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയാതെ വന്നവർ, ഇരുട്ടിനെ പ്രണയിച്ചവർ, ഇരുട്ടിൽ ലഭിച്ചുപോയവർ, ഇരുട്ടിനെ സ്വീകരിച്ചവർ, ഇരുട്ടിനെ വിവാഹം ചെയ്തവർ, ഇരുട്ടിനെ ജീവിതത്തിന്റെ ശീലമാക്കിയവർ, ഇരുട്ട് അവരുടെ ആയുധമാക്കി കൊണ്ടുനടന്നൊരു ജനതയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ആ ജനതയെ ഒന്നടങ്കം സത്യത്തിന്റെ, മൂല്യത്തിന്റെ, നന്മയുടെ, ധാർമ്മികതയുടെ വിശാലമായ വെളിച്ചത്തിലേക്ക് അവരെ മാറ്റി വിളിക്കുകയാണ്. ഹബീബിന്റെ വരവ് വെളിച്ചത്തിലേക്കാണ്. ഹബീബിന്റെ വിളിയാളം വെളിച്ചത്തിലേക്കാണ്. ഹബീബിന്റെ പ്രഖ്യാപനം ഒരു ജനതയെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. അവിടെയാണ് പ്രവാചകൻ നിർവഹിച്ച ദൗത്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പുറപ്പെടുവിച്ചവരാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രപരമായ ദൗത്യം അതാണ്. അപ്പൊ ലോകത്ത് ഇരുട്ട് എല്ലാ കാലഘട്ടങ്ങളിലും വ്യാപകമാണ്. ഇന്ന് വരെ ആ ഇരുട്ടിനെ ഭേദിക്കാനുള്ള വെളിച്ചത്തിന്റെ ശിഖ കയ്യിലെന്തിയവനാണ് ലോകത്ത് ജയിക്കുക. ആ വെളിച്ചം അത് തലമുറകളോളം കൈമാറാൻ മാത്രം ശക്തമായിരുന്നത് കൊണ്ടാണ് ഒരു പണ്ഡിത ലോകത്തിന്റെ വെളിച്ചമായ മഹാനായ ശംസുലമ നബ്ബറല്ലാഹു മർക്കദഹു മാനവരുടെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്, ആലോചിക്കാൻ പറ്റുന്നത്. ആ പേരിൽ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അപാരമായ നന്മകളുടെ കേന്ദ്രങ്ങളായി മാറുന്നത്, അതൊരു വെളിച്ചമായി എല്ലാവരെയും ആശ്രയിക്കാൻ കഴിയുന്ന നന്മയുടെ തുരുത്തായി നമുക്കിടയിൽ സജീവമാകുന്നത് എല്ലാം അതിന്റെ ലക്ഷണമാണ്. വെളിച്ചത്തിന് കാലപരിധിയില്ല. അതാ വെളിച്ചത്തിന്റെ പ്രത്യേകത. വെളിച്ചത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ദൗത്യത്തിന് അതിരുകളില്ല. ഇരുട്ടിന് പരിമിതിയുണ്ട്. ഇരുട്ടിന്റെ പരിമിതി ഏത് സമയത്തും വെളിച്ചത്തിന് അതിരുകടക്കാൻ കഴിയും. ഏറ്റവും ന്യായമായ ഇതിന്റെ ഒരു ബോധ്യത്തെ പറഞ്ഞ് ഞാൻ ഇത് അവതരിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഏറ്റവും വലിയ അപകടം, ഇരുട്ടിന് ഏത് നിമിഷവും വെളിച്ചം കൈയടക്കാൻ സാധ്യതയുണ്ട്. വെളിച്ചത്തെ ആരിരുട്ടുകൊണ്ട് കൈയടക്കിയാലും ചെറിയ വെളിച്ചത്തിന്റെ തുരുത്ത് എവിടെയെങ്കിലും ബാക്കിയുണ്ടാകും. കൂരിരുട്ട് എന്നത് അപ്രാപ്യമാണ്. കൂരിരുട്ട് എന്നത് ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിൽ ബോധപൂർവം സൃഷ്ടിക്കേണ്ട ഒന്നാണ്. ഇപ്പൊ ഒരു രാത്രി വന്നു. ഈ രാത്രിയിൽ നിലാവില്ലാത്ത രാത്രിയാണ്, ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രിയാണ്. അല്ല, ഏതെങ്കിലും ഒരു തുരുത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ കീറ് നിങ്ങളെ തേടിയെത്തും. അതൊരു പക്ഷെ വിശാലമായ വെളിച്ചമാകണമെന്നില്ല. ഒരു മിന്നാമിനിന്ന് ഓടി നടക്കുന്നതിന്റെ ചെറിയ പ്രകാശത്തിന്റെ ചെറിയ ഞെട്ടലുകളാവാം. പക്ഷെ നിങ്ങളെ വെളിച്ചം തലോടിക്കൊണ്ടേയിരിക്കും. ഇരുട്ട് അങ്ങനെയല്ല. ഇരുട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വന്ന് പിണഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുട്ട് സ്വാഭാവികമായും ഏത് നിമിഷത്തിനും വെളിച്ചത്തിന്റെ കീറുകൊണ്ട് അതിന്റെ അസ്തിത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഇരുട്ട് സ്ഥായിയല്ല, വെളിച്ചം സ്ഥായിയാണ്. ഇരുട്ട് സർവ്വവ്യാപിയല്ല, വെളിച്ചം സർവ്വവ്യാപിയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ യാഥാർത്ഥ്യം അതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഒരുപാട് സത്യസരണികളെ ഇങ്ങനെ ദുആയിൽ ഓർമ്മിച്ച് ദുആയിൽ വളരെ കോർത്തെടുത്ത് പറയുന്നത് കൊണ്ടു, പ്രാർത്ഥിക്കുന്നത് കൊണ്ടു. പ്രിയമുള്ളവരെ, ഓരോ കാലഘട്ടത്തിന്റെ ഇരുട്ടുകളെ ഭേദിച്ച വെളിച്ചങ്ങളാണ് ആ ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിന്റെ കുത്തുവാകാൻ പറ്റിയത്, കാലഘട്ടത്തിനപ്പുറത്തേക്ക് ഒരു ജനതയുടെ കുത്തുവാകാൻ പറ്റിയത്, ഒരു ജനതക്കപ്പുറത്തേക്ക് ഒരു സമുദായത്തിന്റെ വെളിച്ചമാകാൻ പറ്റിയത്, ഒരു സമുദായത്തിനപ്പുറത്തേക്ക് പതിനായിരങ്ങളുടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ രൂഢമൂലമായി നിലകൊള്ളുന്ന ആത്മീയമായ പ്രകാശമായി മാറാൻ പറ്റും. അപ്പോൾ ഇരുട്ട് സർവ്വവ്യാപിയാണ്. ഇരുട്ട് സ്ഥിരപ്രതിഷ്ഠമുള്ളതല്ല. വെളിച്ചം സ്ഥായിയാണ്, വെളിച്ചം സർവ്വവ്യാപിയാണ്. അതുകൊണ്ടല്ലേ പകല് വെളിച്ചമാണ്, രാത്രി ഇരുട്ടാണ്, ആടക്കാരികമാണ്. പക്ഷെ ഏത് രാത്രിയിലാണ് ഇരുട്ട് വെളിച്ചം കൈയടക്കാത്ത രാത്രി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഒരു വീട് മുഴുവൻ ലൈറ്റ് അടച്ചു കിടക്കുകയാണ്. വീടിന്റെ വരാന്തയിലേക്ക് ജനൽ തുറന്നു നോക്കുക, അവിടെ വെളിച്ചം കൈയടക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ റൂം കൂരിരുട്ടിൽ നിങ്ങൾ കഥകടച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജനാല അടച്ചിരിക്കുന്ന ജനാലയുടെ പുറത്ത് ഒരാൾ ടോർച്ചടിക്കുമ്പോഴേക്ക് ഉള്ളിൽ വെളിച്ചം എത്തി നോക്കുകയാണ്. ഇരുട്ട് എന്നത് നിങ്ങൾ ഉറപ്പിക്കാൻ കഴിയാത്ത ഏത് നിമിഷത്തിലും അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഇരുട്ട്. വെളിച്ചമാകട്ടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിലനിൽക്കുന്ന നന്മയാണ് വെളിച്ചം. പക്ഷെ മനുഷ്യൻ ഇരുട്ട് അഭിനയിക്കും, മനുഷ്യൻ ഇരുട്ടിനെ പ്രണയിക്കും, മനുഷ്യൻ ഇരുട്ടിന്റെ ആളുകളായി തീർന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ആത്മീയമായ വെളിച്ചം അവരിൽ നിന്ന് ഊരി എറിഞ്ഞു പോകും. അതാണ് ലോകത്ത് ദുലുമാത്ത് നൂറ് എന്നതിനെ വിശുദ്ധ
നിങ്ങൾ. അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ കുറിച്ച്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. വെളിച്ചത്തിന് ഇതിനും മനോഹരമായ ഒരു നിർവചനം ഖുർആനിലെ സുന്ദരമായ അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തിന് പകരം നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, പരമകാരുണ്യകനായ പ്രപഞ്ചനാഥനായ ഈ അണ്ടകനാഥങ്ങളുടെ അധിപനായ സർവാധിരാജനായ തമ്പുരാന്. ആ അല്ലാഹുവിന്റെ പ്രത്യേകത എന്താണ്? നൂറുസ് സമാവാതി വൽ അർദ്, ആകാശലോകങ്ങളുടെ ഭൂമിലോകങ്ങളുടെ വെളിച്ചമാണ് തമ്പുരാൻ. ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചത്തിന്റെ സകല ചരാചരങ്ങളുടെയും വെളിച്ചമാണ് പടച്ച തമ്പുരാന്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വെളിച്ചമെന്നത് സർവ്വവ്യാപിയാണ്, വെളിച്ചമെന്നത് സർവ്വവ്യാപിയാണ്, വെളിച്ചമെന്നത് സ്ഥിരപ്രതിഷ്ഠയുള്ളതാണ്, വെളിച്ചമെന്നത് സ്ഥായിയായ അംഗസത്തയാണ്, വെളിച്ചമെന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്, വെളിച്ചമെന്നതൊരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഴമാണ്, വെളിച്ചമെന്നത് തുടക്കമാണ്, വെളിച്ചമെന്നത് മനുഷ്യന്റെ രക്ഷയാണ്. ആ വെളിച്ചം ഈ പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഇടപെടാവുന്നവരുടെ അധിപനായ സർവലോകരക്ഷനായ അല്ലാഹു തന്നെ വെളിച്ചമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ അടയാളം എന്താണ്? മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. അതൊരു വിളക്കുമാടം പോലെയാണ്. എന്താണ് ആ വിളക്കുമാടത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫിഹാ മിസ്ബാഹ്, അതിനുള്ളിൽ വെളിച്ചമുണ്ട് എന്നതാണ്. ആ വിളക്കുമാടത്തിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന പ്രകാശമുണ്ട് എന്നതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ അലൈഹാ സുജാജ, അതിന് പുറത്തൊരു പളുങ്കുപാത്രം കൊണ്ടുള്ളൊരു ആവരണമുണ്ട്. ആ ആവരണം വന്നു കഴിഞ്ഞാൽ നൂറുനാലാനൂ. എത്ര മനോഹരമായ ഖുർആനിക വിശദീകരണമാണ്. അങ്ങനെ പളുങ്കുപാത്രത്തിന്റെ ആവരണം വന്ന് ഉള്ളിലെ വെളിച്ചത്തെ വിളക്കുപാടം കൊണ്ട് ലോകത്ത് നിലനിർത്തുമ്പോ ആ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ നൂറുനാലാനൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം, വെളിച്ചത്തിനുമേൽ വെളിച്ചം, ഇഷ്ടത്തിനുമേൽ ഇഷ്ടം, സത്യത്തിനുമേൽ സത്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിനെ ഭേദിക്കുന്ന വെളിച്ചമുള്ളിൽ, ആ വെളിച്ചത്തിന്റെ ഖ്യാതി പുറത്ത്. നൂറുനാലാനൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന് വിശുദ്ധ ഖുർആൻ. ആ പ്രകാശത്തിന് ഉള്ളിൽ ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പുറത്ത് സ്ഫടികത്തിന്റെ ആവരണം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നൂറുനാലാനൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. പ്രിയമുള്ളവരെ, ഇതിന് ജലാലിയ കൂടി വർഷങ്ങളോളമായി ആ വലിയ നന്മ നിലനിൽക്കുന്ന ഒരു സദസ്സ്, ഒരു പ്രദേശം, ഒരു സ്ഥാപനം ആയതുകൊണ്ട് കൂടിയാണ് കുറച്ചൊരൽപ്പം ഇടമുള്ള ഒരു വിഷയത്തെ ഞാൻ തുടക്കത്തിൽ കൊണ്ടുപോകുന്നത്. കുറച്ചെന്തെങ്കിലും ഒരു അവ്യക്തത ആ പ്രകാശം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടിനെ ഭേദിക്കാനുള്ള വെളിച്ചം. നൂറുനാലാനൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. അപ്പൊ പ്രകാശത്തിന് മേൽ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? നിങ്ങളുടെ ഈ വെളിച്ചം എന്തുകൊണ്ടാണ് ഈ രണ്ട് വെളിച്ചം ഈ സ്റ്റേജിന് മുമ്പിലേക്ക് പ്രത്യേകമായി എടുത്തു വെക്കുന്നത്? ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ എല്ലാ വെളിച്ചങ്ങളുണ്ട്, ഈ കെട്ടിടത്തിന്റെ ഉള്ളിലെല്ലാം പ്രകാശമുണ്ട്, ഈ കെട്ടിടത്തിന്റെ ഉള്ളിലെല്ലാം ബൾബുകളുണ്ട്. എന്നാൽ ഈ ക്യാമ്പസിൽ പലയിടത്തായി ബൾബുകളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രണ്ട് വെളിച്ചത്തിനുള്ള പ്രത്യേകത എന്താ? അല്ലെങ്കിൽ നിങ്ങളുടെ തലയുടെ മുകളിലുള്ള പ്രകാശത്തിന്റെ പ്രത്യേകത എന്താ? ആ പ്രത്യേകത ഒന്ന് മാത്രമാണ്. അത് രണ്ട് എൻറ്റിറ്റിയാണ്, രണ്ട് മാനങ്ങളുള്ള ഒരസ്തിത്വമാണ്. സാധാരണ വെളിച്ചങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. എന്താണ് വ്യത്യാസം? ഈ കാണുന്ന വിളക്കിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിന്റെ പുറത്ത് സ്ഫടികത്തിന്റെ ഒരു ആവരണമുണ്ട്, ഒരു ചില്ലുപാത്രം.
ആ ചില്ലുപാത്രത്തിലേക്ക് ഉള്ളിലെ പ്രകാശം തട്ടുമ്പോൾ പുറത്ത് വിശാലമായ ക്യാൻവാസിൽ പ്രകാശം ഉണ്ടാകുന്നു. ഭൗതികശാസ്ത്ര പ്രകാരം ഉള്ളിലെ പ്രകാശം പുറത്തെ സ്ഫടികത്തിൽ തട്ടുമ്പോൾ രണ്ടാമതൊരു പ്രകാശമായി പ്രതിഫലിച്ച് അത് പുറത്തേക്ക് കടക്കുന്നു. അങ്ങനെ കടക്കുന്നത് കൊണ്ടാണ് ഇത് വിശാലമായ സ്ഥലത്ത് ഒരു പ്രകാശം തരുന്നത്. സാധാരണ ഒരു ട്യൂബ് തരാത്ത, സാധാരണ ഒരു ഫിലമെന്റ് ലാമ്പ് തരാത്ത, സാധാരണ ഒരു CFL ലൈറ്റ് തരാത്ത ഒരു പ്രകാശം ഇത് തരുന്നുണ്ടെങ്കിൽ കാരണം ഇതിന് സ്ഫടികത്തിന്റെ ഒരു ആവരണം വല്ലാതെ കൊടുത്തിട്ട് ഉള്ളിലെ പ്രകാശം പുറത്തു തട്ടുമ്പോൾ വലിയ പ്രകാശമായി തോന്നുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്ക്. ഒരു ചെറിയ ട്യൂബാണ് കത്തുന്നത്, പക്ഷെ കാണുമ്പോൾ വലിയ ലൈറ്റാണ്. ആ ചില്ല് മുഴുവൻ കത്തുകയാണ്. ചില്ല് മുഴുവൻ കത്തുന്നില്ല, ചില്ലിന്റെ ഉള്ളിലുള്ള പ്രകാശമേ കത്തുന്നുള്ളൂ. പക്ഷെ പുറത്തുള്ളത് സ്ഫടികമായതുകൊണ്ട് പുറം മുഴുവൻ വെളിച്ചം തരുന്ന ഒന്നായി മാറുന്നു. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. നമ്മളെ ഭൗതിക ജീവിതത്തിൽ കാണാവുന്ന ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പ്രകാശത്തിനുമേൽ പ്രകാശം. ആ വാക്ക് അർത്ഥമാക്കാൻ ഈ ഉദാഹരണം മതിയാകില്ല. ഏറ്റവും തുടക്കമായി ഇത് കാണാൻ പറ്റും. ഉള്ളിലൊരു പ്രകാശമുണ്ട്, ആ പ്രകാശത്തെ പുറത്തെ സ്ഫടികത്തിൽ തട്ടുമ്പോൾ അത് ഇതിനേക്കാൾ വലിയൊരു പ്രകാശമായി പുറത്ത് പ്രതിഫലിക്കും. അത് ഒരു റൂമിനല്ല, ഒരു മുറ്റം നിറയെ വെളിച്ചം കൊടുക്കാൻ അതിന് കഴിയും. ഒരു പ്രദേശത്തിനല്ല, ആ ഭാഗത്തുള്ള എന്റെ നേരെ തിരിച്ചുവെച്ച ലൈറ്റിന് പോലും നിങ്ങളെ വെളുപ്പിക്കാൻ കഴിയും, നിങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയും. കാരണം എന്താ? ഇത് ഉള്ളിലെ പ്രകാശം മാത്രമല്ല കത്തുന്നത്, പുറത്തെ സ്ഫടികത്തിൽ തട്ടി രണ്ടാമതൊരു പ്രകാശമായി വിശാലമായ ക്യാൻവാസ് നിറയെ അത് പ്രകാശിപ്പിക്കുന്നു. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. മനുഷ്യൻ അന്ധകാരത്തെ ഭേദിക്കുന്നത് അങ്ങനെയാണ്. ഉള്ളിലെ പ്രകാശത്തെ പുറത്തൊരു പ്രകാശവുമായി ഒരു സ്ഫടികവുമായി തട്ടിച്ച് പുറത്തൊരു വെളിച്ചം ഉണ്ടാക്കേണ്ടവനാണ് മനുഷ്യൻ. എന്താണ് ഉള്ളിലെ വെളിച്ചം, എന്താണ് പുറത്തെ വെളിച്ചം? അവിടെയാണ് മഹാന്മാരുടെ വഴി, അവിടെയാണ് ആത്മീയതയുടെ വഴി, അവിടെയാണ് ആത്മീയമായ പരിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഒരു വിശ്വാസി നടന്നെടുക്കുന്നതിന്റെ വഴി. നൂർ എന്ന് പറഞ്ഞാൽ ദുലുമാത്തിന്റെ ഇടയിൽ നിന്ന് ഉള്ളിൽ കണ്ടെത്തുന്ന അകത്തെ ഒരു നൂറുണ്ട്. ആ നൂറിനെ രണ്ടാമത്തെ നൂറുമായി തട്ടിക്കുമ്പോഴാണ് നിങ്ങൾ പ്രകാശിക്കുന്ന, നന്മ കണ്ടെത്തുന്ന, നന്മ പറയുന്ന, നന്മ ദ്യോതിപ്പിക്കുന്ന ഒരു വിശ്വാസിയായി മാറുക. ഉള്ളിലെ വെളിച്ചത്തെ പുറത്തെ വെളിച്ചവുമായി തട്ടിക്കാൻ കഴിയുന്നവൻ. എന്റെ പ്രിയമുള്ളവരെ, പുറത്തെ വെളിച്ചം ഇവിടെ സർവ്വവ്യാപിയാണ്. അത് റഹ്മാനും റഹീമുമായ അല്ലാഹു നൽകിയിട്ടുള്ള പ്രകാശമാണ്. ആ പ്രകാശം തട്ടി പ്രതിഫലിക്കുമാർ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. എനിക്ക് കിട്ടുന്ന സൂര്യന് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന യാതൊരു നാസ്തികനായ മനുഷ്യനും കിട്ടുന്നത് പോലെ എനിക്ക് കിട്ടുന്ന ചന്ദ്രന്റെ പ്രഭ എന്റെ തൊട്ടപ്പുറത്ത് അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിന് വേണ്ടി നേരം വെളുത്ത് ഈ സമയം വരെ സമയം മെനക്കെടുത്തിയ മനുഷ്യനും ആ ചന്ദ്രന്റെ പ്രഭ കിട്ടുന്നത് പോലെ അതിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതിൽ വിവേചനമില്ല. സൂര്യൻ എല്ലാവർക്കുമാണ്, ചന്ദ്രൻ എല്ലാവർക്കുമാണ്, പകല് എല്ലാവർക്കുമാണ്, രാത്രി എല്ലാവർക്കുമാണ്. അള്ളാഹുവിന്റെ പുറത്തെ അടയാളങ്ങൾ സർവ്വവ്യാപിയാണ്, അത് സർവ്വലോകർക്കുമാണ്. അത് റഹ്മാന്റെ ലക്ഷണമാണ്. എന്നാൽ റഹീമായ തമ്പുരാന്റെ ഒരു ലക്ഷണമുണ്ട്, അത് ഉള്ളിൽ കിട്ടുന്ന നൂറാണ്. അത് ജാഹിലിയ കാലത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് പുറത്തെ പ്രകാശത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കാരണം അകത്ത് വെളിച്ചം കെട്ടുപോയവരാണ്. അകത്തെ വെളിച്ചം കെട്ടാൽ പുറത്തെത്ര വെളിച്ചമുണ്ടെങ്കിലും പ്രയോജനമില്ല. നമ്മളെ സമൂഹം അനുഭവിക്കുന്ന ദുരന്തം അതാണ്. നിങ്ങൾ നോക്ക്, സൂറത്തുൽ ബഖറ അല്ലാഹു ലോകത്തോട് പഠിപ്പിക്കുകയാണ്, ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് സർവ്വവ്യാപിയായ ഹിദായത്തിന് അനുഭവിക്കാൻ കഴിയുന്ന വിജയികൾ. അവരല്ലാത്തൊരു വിഭാഗമുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? عليهم أنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة لهم عذاب عظيم. എന്തേ അവർക്ക് സംഭവിച്ചത്? അവരുടെ ഉള്ളിൽ ഒരു മൂടി വീണവരാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ മുദ്ര വീണവരാണ്. വഅലാ സമഇഹിം, അവരുടെ കാഴ്ചകളിൽ കേൾവികളിൽ മുദ്ര വീണവരാണ്. വഅലാ ബസാരിഹിം ഗിശാവ, ഒരു മൂടി വന്നടഞ്ഞു പോയവരാണ്. ഉള്ളിലെ വെളിച്ചത്തെ കാണാൻ കഴിയാതെ പോയവരാണ്. ഉലൈക ലഹും അദാബുൻ അദീം. വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നു, അവരുള്ളിലെ വെളിച്ചത്തിന് മുന്നിൽ അടവ് വന്നവരാണ്, മുദ്ര വീണവരാണ്, അകത്ത നൂറിനെ കണ്ടെത്താൻ കഴിയാതെ പോയവരാണ്.
ഏതാണ് അകത്തെ നൂറ്? അത് ഹിദായത്തിന്റെ നൂറാണ്, അത് ആത്മീയതയുടെ നൂറാണ്, അത് ഹിദായത്തിന്റെ അല്ലാഹു എന്ന ശബ്ദത്തിന്റെ നൂറാണ്. ആ മനുഷ്യനെങ്കിൽ പുറത്ത് അല്ലാഹു ഘടിപ്പിച്ചു വെച്ച പ്രകാശത്തിൽ തട്ടുമ്പോ അകത്ത് ഹിദായത്തുള്ളവന്റെ വെളിച്ചം പുറത്ത് തട്ടി പ്രതിഫലിപ്പിക്കുമ്പോ അത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുഴുവനും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന കരുത്താണ്. ചിലർക്കതൊരു റൂമിനെ കത്തിക്കാനുള്ള വെളിച്ചമാണ്, ചിലർക്കതൊരു വീടിനെ കത്തിക്കാനുള്ള വെളിച്ചമാണ്, ചിലർക്കതൊരു പ്രദേശത്തെ ജ്വലിപ്പിക്കാനുള്ള വെളിച്ചമാണ്, ചിലർക്കതൊരു കാലഘട്ടത്തെ ജ്വലിപ്പിക്കാനുള്ള വെളിച്ചമാണ്. അത് ആശ്രയിക്കുന്നത് ഉള്ളിലെ വെളിച്ചത്തിന്റെ കണമാണ്, ഉള്ളിലെ വെളിച്ചത്തിന്റെ കരുത്താണ്. മഹാനായ ശംസുല്ലലമാ നബ്ബറല്ലാഹു മർഖദഹു ആ ഉള്ളിലെ കരുത്തുള്ള വെളിച്ചം കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് ഒരു ജനതയുടെ ഉള്ളിലേക്ക് വെളിച്ചമായി പ്രവഹിക്കാൻ കഴിഞ്ഞതിന്റെ, ആ ഉള്ളിലെ നൂറിനെ പുറത്തെ നൂറ് കൊണ്ട് കത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ, ഒരു ജനതയുടെ ഉള്ളിലേക്ക് ആ പ്രകാശത്തെ കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ആസ്മരികമായ നന്മയുടെ അടയാളമാണ്. അത് മഹാന്മാർക്ക് സർവ്വസാധാരണമാണ്. അത് അല്ലാഹുവിന്റെ അനുഭവസ്ഥനായ അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായികൾക്ക് അത് സർവ്വസാധാരണമാണ്. കാരണം അവരുടെ അകമേയുള്ള വെളിച്ചം, അവരുടെ പുറമേയുള്ള വെളിച്ചത്തെ അത് ശക്തിപ്പെടുത്തുമാറ് അപാര സൗന്ദര്യമുള്ള വെളിച്ചമാണ്. അതാണ് അല്ലാഹുവിനെ കണ്ടെത്തിയവരുടെ പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുഅ്മിനീങ്ങളുടെ ലക്ഷണം കെട്ടുപോകുന്നതെങ്ങനെയാണ്? അവരുടെ മുഖത്ത് പ്രകാശം കെട്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി എല്ലായിടത്തും പ്രയോഗിക്കുന്നത് മുഖത്തെ വെളിച്ചം കെട്ടുപോകും. നരകത്തിന്റെ അവകാശികളെ കണ്ടാൽ അവരുടെ മുഖം ഇരുട്ട് പിടിച്ചതുപോലെ വെളിച്ചമില്ലാത്ത മുഖങ്ങളാണ്. സ്വർഗത്തിന്റെ അവകാശികളെ കണ്ടാൽ അവരുടെ മുഖം പ്രകാശിക്കുന്നത് പോലെ. മയ്യത്ത് കൊണ്ടുപോയി കിടത്തിയാൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മയ്യത്താണെങ്കിൽ അവന്റെ മുഖത്തൊരു പ്രകാശമുള്ളതുപോലെ. ഏതാണ് ആ പ്രകാശം? ട്യൂബ്ലൈറ്റിന്റെ പ്രകാശമല്ല, ഭാഗ്യപ്രകാശത്തിന്റെ വെളിച്ചത്തിന്റെ അടയാളമല്ല. നേരെ മറിച്ചോ ആ മുഖത്ത് പ്രകാശത്തിനെ അത്ഭുതപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള അപാരമായ ഒരു നന്മയുടെ അടയാളം മുഖത്ത് പ്രകാശമായി തോന്നുക. വെളിച്ചമില്ല, പക്ഷെ ആളുകൾ പറയുക എന്തൊരു പ്രകാശമാണ് മനുഷ്യന്റെ മുഖത്ത്. ചില മഹാന്മാരുടെ മുഖം നമ്മൾ കാണുമ്പോ അറിയാതെ നോക്കി നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവിടെ വെളിച്ചം ഘടിപ്പിച്ചതല്ല, വെളിച്ചത്തെ നാണിപ്പിക്കുന്ന വെളിച്ചം ആ മുഖത്തുള്ളത് കൊണ്ടാണ്. എല്ലാ വെളിച്ചത്തെയും അതിശയിപ്പിക്കുന്ന, ആർക്കും ഒരു സ്വിച്ചിനും അമർത്താനോ ഒഴിവാക്കാനോ ഏത് ഇരുട്ടിനും തടയാനോ കഴിയാത്ത അപാരമായൊരു വെളിച്ചം ആ മുഖത്തുണ്ട്. അറിയാതെ നോക്കി നിന്ന് പോകും. മുഖം കണ്ടില്ലെങ്കിൽ പോലും ആ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭൂതി അനുഭവിക്കും. ഏത് ഇരുട്ടിൽ ആ മനുഷ്യന് നടന്നുപോയതിന്റെ ചാരത്ത് നടക്കുമ്പോ പോലും ആ വെളിച്ചത്തെ അനുഭവിക്കാൻ ഒരു മനുഷ്യന് കഴിയും. ആ വെളിച്ചമെന്നത് ഉള്ളിലെ നൂറിന്റെ വെളിച്ചമാണ്, ഉള്ളിലെ ഹിദായത്തിന്റെ വെളിച്ചമാണ്, ഉള്ളിലെ തഖ്വയുടെ വെളിച്ചമാണ്, ഉള്ളിലെ ദൈവിക പ്രചോദനത്തിന്റെ വെളിച്ചമാണ്, അല്ലാഹു എന്ന ബോധത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ കണ്ടെത്തലാണ് ഒരു മുസ്ലിമിന്റെ ധർമ്മം. അത് കണ്ടെത്തിയ മഹാന്റെ പേരിലുള്ള, അത് കണ്ടെത്താൻ പ്രചോദിപ്പിക്കുന്ന ആത്മീയ സബര്യകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസക്തി അതാണ്. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ അങ്ങനത്തെ ഒരു വെളിച്ചത്തെ ആവാഹിക്കാൻ മനസ്സുകൊണ്ട് കഴിയുക. എങ്ങനെയാ പ്രകാശം കിട്ടുക? എല്ലാവർക്കും കിട്ടൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ഘനഗാംഭീര്യമുള്ള ഒരു വലിയ സ്ഫടികത്തെ കൊണ്ട് എത്ര ക്യാൻവാസുകൾ നിറയെ പ്രകാശിപ്പിക്കാൻ കഴിയുമോ, ഈ മുറ്റം മുഴുവൻ വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരു നൂറായി മാറാൻ എനിക്ക് പറ്റൂ. എന്റെ സ്വന്തം ശരീരത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറുക, എന്റെ കുടുംബത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറുക, എന്റെ നാട്ടുകാർക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറുക, എന്റെ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറുക, എന്റെ ഒരു കാലഘട്ടത്തിന് വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറുക. ഞാനിവിടെ നിന്ന് പോയാലും ആ വെളിച്ചം നിലനിൽക്കുന്ന രീതിയിൽ ഞാൻ ഈ സമൂഹത്തിന്റെ അനിവാര്യ ഘടകമായി മാറുക. ഇതൊക്കെ ഒരു മനുഷ്യന് സാധ്യമാണല്ലോ, ഇതൊക്കെ ഒരു മനുഷ്യന് പ്രാപ്യമായ നേട്ടമാണല്ലോ. ആ പ്രാപ്യമായ വസന്തം ഒരു മനുഷ്യന് വരുന്നത് എങ്ങനെയാ? ഈ നന്മ അയാൾ നിലനിർത്തുമ്പോഴാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ട അങ്ങനത്തെ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചം കണ്ടെത്തിയ ഒരു മനുഷ്യനുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഇതിഹാസം, 21-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അത്ഭുതം മഹാനായ മുഹമ്മദ് അലി ഖലൈ 18-ാമത്തെ വയസ്സിൽ യാദൃശ്ചികമായി പരിശുദ്ധ ഖുർആൻ കയ്യിൽ കിട്ടുകയാണ്.
അന്ന് ലോകത്ത് അപാരമായ ഐതിഹാസികമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ട് ലോകത്തിന്റെ ചാമ്പ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന മഹാനായ മുഹമ്മദ് അലി ക്ലേ, ആ മുഹമ്മദ് അലി ക്ലേ എന്ന കാഷ്യസ് ക്ലേ എന്ന ലോക പ്രതിഭാസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏതൊരു സുഹൃത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇത് ഖുർആനാണെന്ന് വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ കയ്യിൽ വാങ്ങാൻ, പക്ഷെ കൊണ്ടുപോയി വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ അടയാളങ്ങൾ. താൻ അതുവരെ ഇടപെടുന്ന കറുത്തവനും വെളുത്തവനും എന്ന ലോകം കണ്ട മനസ്സിന്റെ ഇരുട്ടിന്റെ സങ്കീർണതയുടെ സങ്കുചിതത്വത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ വെളിച്ചം അനുഭവിക്കാൻ, ആ വെളിച്ചം കിട്ടിയപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഐ ആം ബ്ലാക്ക് ബട്ട് ഐ ആം പ്രിറ്റി ഗുഡ്. ഞാൻ കറുത്തവനാണ് പക്ഷെ വല്ലാത്ത സൗന്ദര്യമുള്ള ഒരാളാണ്. അത് പറയാനുള്ള ധൈര്യം കാഷ്യസ് ക്ലേക്ക് കൊടുത്തത് വിശുദ്ധ ഖുർആനാണ്. അതുവരെ കാഷ്യസ് ക്ലേ പറഞ്ഞത് ഞാൻ കറുത്തവനാണ്, കറുത്തവർ ലോകത്ത് അധസ്ഥിതരാണ്, ലോകത്ത് ആർക്കും വേണ്ടാത്തവരാണ്. 22ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ ഉറക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശുദ്ധ ഖുർആനിനെ വിശ്വസിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവാണ്, ഹബീബാണ് എന്റെ വഴികാട്ടുകൾ. പ്രിയമുള്ളവരെ, ആ മുഹമ്മദ് അലി ക്ലേ ലോകത്തിന് മുഴുവനും ഇതിഹാസമായി നിലനിൽക്കുന്ന ഒരു കാലം. ആ സമയത്ത് അങ്ങനെ വളർന്ന് ലോകത്ത് മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് ആ മനുഷ്യൻ 1984 ലോകത്ത് അമൂർത്തമായ രോഗം വന്ന് തളർന്നു കിടക്കുകയാണ്. അതിനിടയിൽ വിയറ്റ്നാം യുദ്ധം നടക്കുന്നു. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് രാജ്യം ആ മനുഷ്യനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം വിയറ്റ്നാമിലെ അവിടുത്തെ സായുധ സേനയിൽ ചേരാനും അവിടെ ചെന്നിട്ട് അവിടുത്തെ ജനതയോട് അവിടുത്തെ പട്ടാളക്കാരുടെ കൂടെ കൂടി പോരടിക്കാനുമാണ്. ആ മനുഷ്യൻ ഉടനെ പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റാത്തതിന്റെ കാരണം ഒരു തെറ്റും ചെയ്യാത്ത കാപാലികമായ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ ആ കാപാലികരുടെ കാരണത്തിന്റെ പേരിൽ ചുട്ടരിക്കാൻ എന്റെ ഖുർആൻ എന്നെ അനുവദിക്കുന്നില്ല. എന്റെ ഖുർആൻ എന്നെ അനുവദിക്കാത്ത ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല. എന്റെ പരിശുദ്ധ ഇസ്ലാം എന്നെ അനുവദിക്കാത്ത ഒരു യുദ്ധത്തിന് ഞാൻ തയ്യാറേ അല്ല. എന്നെ അതിന് നിർബന്ധിക്കരുത്. അതുകൊണ്ട് അതിന് ഞാൻ മുന്നിടുന്ന പ്രശ്നമേ ഇല്ല. മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. അമേരിക്ക പോലൊരു ഭരണകൂടത്തിന്റെ മുന്നിൽ നോക്കിയാണ് അത് വിളിച്ചു പറയുന്നത്. അമേരിക്കക്ക് അത് പറ്റിയില്ലെന്ന് മാത്രമല്ല, ആ മനുഷ്യനെ അതിന്റെ പേരിൽ അവർ അവഹേളിക്കാൻ തീരുമാനിച്ചു. അന്നുവരെ ലോകത്തിന്റെ ഖ്യാതിയിൽ, ലോകത്തിന്റെ കായിക അത്ഭുതമായി, ലോകത്തിന്റെ ശക്തിയുടെ, ആരോഗ്യത്തിന്റെ, ലോകത്തിന്റെ ധൈര്യത്തിന്റെ, ധീരതയുടെ, ആ ശാരീരിക ക്ഷമതയുടെ അത്ഭുത പ്രതിഭാസമായ മഹാനായ കാഷ്യസ് ക്ലേ അദ്ദേഹത്തിന്റെ ലൈസൻസ് എടുത്തു കളഞ്ഞു. അദ്ദേഹത്തെ 5 വർഷക്കാലത്തേക്ക് തടവിലിടാൻ തീരുമാനിച്ചു. $10,000 അദ്ദേഹത്തിന് നഷ്ടമായി. നഷ്ടപരിഹാരമായി അദ്ദേഹത്തിന് ഒരു പെനാൽറ്റിയായി കോടതി വിധിക്കാൻ തീരുമാനിച്ചു. എല്ലാം കൂടെ കുത്തിവെച്ച ആ മനുഷ്യനെ ജയിലിലേക്ക്, അത് ബോക്സിംഗ് പിറ്റിലേക്ക് പോകാൻ പറ്റാതെ കൊണ്ടുപോയി എറിഞ്ഞു തള്ളുമ്പോ ആ മനുഷ്യരോടെല്ലാം പറഞ്ഞു, കാഷ്യസ് ക്ലേയോട്, കാഷ്യസ്, ഞങ്ങൾക്ക് നിന്നെ വേണം. നീ ഖുർആനിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നീ ഞങ്ങളുടെ ഈ വലിയ കായിക ലോകത്ത് നിന്ന് നീ ഒറ്റപ്പെടരുത്. നീ വേണ്ടെന്ന് പറയണം. പരിശുദ്ധ ദീനിനെ നീ ഒഴിവാക്ക്. അതിനെ നീ എടുത്ത് എറിഞ്ഞു കള. എന്നിട്ട് ഞങ്ങളുടെ ഈ കായിക ലോകത്തിന്റെ ഈ ഹൃദയത്തിലെ സുൽത്താനായി, ഞങ്ങളുടെ ആരാധകനായി നിങ്ങൾ വാ എന്ന് വിളിച്ചു പറഞ്ഞു. മഹാനായ മുഹമ്മദ് അലി ക്ലേ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള സ്ഥാനത്തിന് എന്ത് പ്രസക്തിയാണ്? എന്റെ അള്ളാഹുവിന്റെ മുന്നിലുള്ള സ്ഥാനത്തിനേക്കാൾ ഈ നന്മക്ക്, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിലയില്ല. എനിക്കെന്റെ റബ്ബാണ് വലുത്, എനിക്കെന്റെ പരിശുദ്ധ ഖുർആനാണ് വലുത്. അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. 3 കൊല്ലക്കാലമാകുമ്പോഴേക്ക് നാട് മുഴുവനും കാഷ്യസ് ക്ലേ ഉയർത്തിയ, മുഹമ്മദ് അലി ക്ലേ ഉയർത്തിയ ആശയങ്ങളുടെ പിറകെ പോയി. കോടതി നിരുപാധികം വെറുതെ വിട്ടു. ലൈസൻസ് തിരിച്ചു നൽകി. വീണ്ടും ബോക്സിംഗ് ലോകത്ത് ആ മനുഷ്യൻ ഇതിഹാസമായി വളർന്നു. ആ ബോക്സിംഗ് രംഗത്ത് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത വലിയ വലിയ നേട്ടങ്ങളുടെ വലിയ ലോകങ്ങൾ അദ്ദേഹം കീഴടക്കി. ചാമ്പ് ഓഫ് ദ വേൾഡ് എന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ ഉപഹാരം മുതൽ ലോകത്ത് കിട്ടാവുന്ന എല്ലാ അംഗീകാരങ്ങളും മനുഷ്യൻ വാങ്ങി. എല്ലാം നേടിയെടുത്ത് ആ മനുഷ്യൻ വീണ്ടും ലോകത്തിന്റെ ഇതിഹാസമായി ഒരിക്കൽ കൂടി ലോകത്തിന്റെ ആരാധക ഹൃദയങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരുപാട് മത്സരങ്ങൾ കാഴ്ചവെച്ച് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം അന്നുവരെ ലോകത്ത് വിഖ്യാതനായിരുന്ന ഒരു പോരാളിയെ തളർത്തി ബോക്സിംഗ് പിറ്റിൽ താഴെയിടുമ്പോൾ ആ മനുഷ്യൻ യു കാഷ്യസ് എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, നോ കാഷ്യസ്, കോൾ മീ മുഹമ്മദ് അലി. എന്നെ വിളിക്കും മുഹമ്മദ് അലി എന്ന്. നിനക്കെന്താ മുഹമ്മദ് അലി എന്ന് വിളിക്കാൻ ഒരു പ്രയാസം? മുഹമ്മദ് അലിയാണ് എന്റെ ശരിയായ പേര്, വിളിക്ക്, ഞാൻ കാഷ്യസ് അല്ല എന്ന് വിളിച്ചു പറഞ്ഞു. മുഹമ്മദ് അലി എന്ന ബോക്സിംഗ് പിറ്റിൽ നിന്ന് എതിരാളിയെ കൊണ്ട് ഉറക്കം വിളിപ്പിച്ചു. എന്നിട്ട് ആ ജനതയോട് വിളിച്ചു പറഞ്ഞു ഈ വലിയ സത്യത്തെ. ആ മനുഷ്യനോട് ചോദിച്ചു, റിട്ടയർ ആയതിന്റെ ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹം. 1, പരിശുദ്ധ ദീന് പഠിക്കണം, ഖുർആൻ പഠിക്കണം. 2, എന്റെ അള്ളാഹുവിനെ എനിക്ക് കൊണ്ടുപോയി സ്വർഗത്തിൽ പോയി അള്ളാഹുവിനെ കണ്ടുമുട്ടണം. ആ
ആ ലക്ഷ്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എവിടെയാ പറയുന്നത്? കേരളത്തിലല്ല, സൗദി അറേബ്യയിലല്ല, അറബ് രാജ്യങ്ങളിലല്ല. ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ തകർത്തെറിയുന്നതിന് വേണ്ടി ലോക ഭീകരതയുടെ നിഴലിൽ ഇസ്ലാമിനെ തുന്നിച്ചേർക്കുന്ന അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന്റെ മടിത്തട്ടിൽ ചെന്നിട്ട് കറുത്ത വർഗ്ഗക്കാരനായ മഹാനായ മുഹമ്മദ് അലിക്കളെ പറയാണ്, എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം. അപ്പൊ പലരും പറഞ്ഞു, അള്ളാഹു, ദൈവം, അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളിൽ എനിക്ക് സഹതാപമുണ്ട്. എന്നെങ്കിലും ഒരു നാൾ നിങ്ങൾക്ക് സത്യം, വെളിച്ചം നിങ്ങളെ തേടിയെത്തട്ടെ. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. 1984 ലോകത്ത് പകരം വെക്കാനില്ലാത്ത ആ കായിക ബലത്തിന്റെ ഉടമ തളർന്നു. അദ്ദേഹത്തിന് ശക്തമായൊരു പാർക്കിൻസൺ രോഗം വന്ന് കൈകാലുകൾ മരവിച്ചു, ശരീരം തളർന്നു, ഈ കൈകൾ ചലിപ്പിക്കാൻ പറ്റാതായി. ആ മനുഷ്യന് പഴയ പോലത്തെ പ്രതാപമില്ല, ബോക്സിങ്ങിന് ഇറങ്ങാൻ വയ്യ, ശരീരം തളർന്നു. ആ മനുഷ്യനോട് പലരും പറഞ്ഞു, അങ്ങയുടെ ഈ തളർച്ച ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങ് ലോകത്തെ മുഴുവനും വിറപ്പിച്ചിട്ട് ഐ ഷുഡ് ദ വേൾഡ്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, ഞാൻ ലോകത്തെ കുലുക്കി, ഞാനാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് വിളിച്ചു പറഞ്ഞവരാണ് അങ്ങ്. ഇങ്ങനെ ദുർബലനായി നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നുന്നു. ഐ ഷുഡ് ദ വേൾഡ് എന്നാണ് ഓരോ തവണ ബോക്സിംഗ് മത്സരത്തിൽ ജയിക്കുമ്പോഴും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ലോകത്തെ ഞാൻ കുലുക്കി, ഞാനാണ്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, ഞാനാ ലോകത്തെ ഏറ്റവും വലുത്. അത് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് അലിക്കളെ തളർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, പിടക്കാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ തളരാൻ, ഓരോ ഘട്ടത്തിലും തളർന്നു വരികയാണ്. ആ മനുഷ്യനോട് ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ, ഒരുപക്ഷെ വന്നത് നിങ്ങൾ വിശുദ്ധ ദീനിനെ പിന്തുടർന്നത് കൊണ്ടാവാം. ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഞാൻ എന്റെ 35 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ 1984 വരെ ഞാൻ ഒരു കാര്യം ഉറക്കെ പറഞ്ഞിരുന്നു, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും വലുതെന്ന് ഞാനും പറഞ്ഞു, എന്റെ ആരാധകരും പറഞ്ഞു. ഈ ശിഷ്ടകാലം അള്ളാഹു എനിക്ക് രോഗം തന്നത് ഞാനല്ല വലുത്, അള്ളാഹു വലുത്, അള്ളാഹ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് ലോകത്തെ തെളിയിക്കാനാണ് അതുവരെ വലുതാണെന്ന് വിചാരിച്ച എന്നെ അള്ളാഹു ദുർബലനാക്കിയത്. ഇന്ന് ഞാൻ ചെറുത്, അള്ളാഹു വലുത്. അപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ 2 പാതി, ഒന്നാം പാതിയിൽ ഞാൻ വലുത്, 2ാം പാതിയിൽ അള്ളാഹു വലുത്. ഇത് രണ്ടും എന്നിലൂടെ ലോകത്തെ അള്ളാഹു കാണിക്കുകയാണ്. ഞാൻ ഒന്നുമല്ല, നിങ്ങളൊന്നുമല്ല, അള്ളാഹുവാണ് വലുത്. ലോകം ആ ഉത്തരത്തിൽ വീണ്ടും മുട്ടുമടക്കി. ആ മഹാനായ മനുഷ്യന് ഹാൾ ഓഫ് ഫെയിം എന്ന അംഗീകാരം നൽകി. 365 ദിവസത്തിൽ 200 ദിവസവും എന്നിട്ടും തകരാതെ ലോകം മുഴുവൻ ഓടി നടന്നു. എന്തിനാണ് ഓടി നടന്നത്? ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, കയ്യിൽ കിട്ടിയ പണം മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, അതിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൊടുത്ത് കണ്ട് ആനന്ദിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ആ വലിയ നന്മകളെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ മനുഷ്യനിങ്ങനെ ഓടി നടന്നു. ആ ഓടി നടക്കുന്നതിനിടയിൽ ലോകത്ത് ഏറ്റവും കിട്ടാവുന്ന ബോളിവുഡ് ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരമായ ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഒരു അംഗീകാരം മനുഷ്യന് കിട്ടി. ഇരുട്ടിനെ ഭേദിക്കുന്ന വെളിച്ചം എന്തുമാത്രം പ്രസക്തമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടി. ആ അംഗീകാരം ബോളിവുഡ് ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരണീയരായ ഒരു ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക്, വലിയ വലിയ ഇതിഹാസങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. മഹാനായ മുഹമ്മദ് അലിക്കളെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെയാണ് ഈ വർഷത്തെ ഈ ഹാൾ ഓഫ് ഫെയിമിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മനുഷ്യൻ പറഞ്ഞു, സന്തോഷം, നിങ്ങൾ എന്നെ കറുത്തവനായ എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഏറ്റുവാങ്ങുന്നു, അതും അമേരിക്കയുടെ മണ്ണിൽ. ഉടനെ ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ എനിക്ക് അംഗീകാരം തരിക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആൾക്കും കൊടുക്കുക. അവർ ചോദിച്ചു, എന്താണ് അങ്ങയുടെ അംഗീകാരം, അങ്ങയുടെ നിബന്ധന? ഉടനെ പറഞ്ഞു, ഈ അംഗീകാരം, ഈ ഹാൾ ഓഫ് ഫെയിം എന്ന അംഗീകാരം ഞാൻ വാങ്ങണമെങ്കിൽ അതിനൊരു ട്രഡീഷണലായ ഒരു രീതിയുണ്ട്. എന്താ രീതി? ഇതുപോലത്തെ ഒരു ഹാളാണ്. ആ ഹാളിൽ വരാന്തയിൽ മുഴുക്കെ അതിന്റെ സ്റ്റെപ്പുകളിലൊക്കെ ഓരോ വർഷങ്ങളിലും ഹാൾ ഓഫ് ഫെയിം അംഗീകാരം കിട്ടിയ ആൾക്കാരുടെ പേരിങ്ങനെ എഴുതി വെക്കും. ഒരു സ്റ്റാർ പോലെ വരച്ചിട്ട് ആ സ്റ്റാറിനുള്ളിലായിട്ട് ഇവരുടെ പേരിങ്ങനെ എഴുതി വെക്കും, ഓരോ കാലഘട്ടത്തിലും അംഗീകാരം കിട്ടിയ ആൾക്കാരുടെ. അതുപോലത്തെ ആ പേരുകൾ ആ വരാന്തയിൽ മുഴുക്കെ സ്റ്റെപ്പുകളിലൊക്കെ ഉണ്ട്, ഓരോ വർഷങ്ങളിൽ നേടിയ ഇതിഹാസങ്ങളുടെ പേരുകൾ. നിങ്ങളും എന്റെ പേര് എനിക്ക് കിട്ടിയാൽ ഈ വർഷം എന്റെ പേരും നിങ്ങൾ അതുപോലെ ആലേഖനം ചെയ്യും. പക്ഷെ എന്റെ നിബന്ധന, എന്റെ പേര് അങ്ങനെ നിലത്തെഴുതാൻ പറ്റൂല, എന്റെ പേര് സ്റ്റെപ്പിൽ എഴുതാൻ പറ്റൂല, എന്റെ പേര് വരാന്തയിൽ എഴുതാൻ പറ്റൂല. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ എനിക്ക് തന്നോളൂ. അവർ പറഞ്ഞു, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്? എന്ത് മോശമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെക്കാൾ പ്രഭാപൂരിതരായ ലോകമറിയപ്പെട്ട താരങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. അവരാരും പറയാത്ത അഹങ്കാരം നിങ്ങൾ പറയണം, അവരാരും പറയാത്ത പിടിവാശി നിങ്ങൾ എടുക്കാൻ, അവരാരും പറയാത്ത നിബന്ധന നിങ്ങൾ വെക്കാൻ. ഇതാണ് ഇതിന്റെ രീതി. നിലത്താണ് ഞങ്ങൾ എഴുതുക. ആളുകൾ ഇത് ചവിട്ടി ഓരോ പേരുകൾ കണ്ട് അതിശയിച്ച് കടന്നു പോവുക എന്നതാണ് ഞങ്ങളുടെ സംസ്കാരം, അതാണ് ഞങ്ങളുടെ രീതി. അത്
ലോകത്തിലെ ഇത്ര വർഷങ്ങളോളമായി, പതിറ്റാണ്ടുകളോളമായി ഇടമുറിയാതെ നിലനിർത്തിയ ഒരു പാരമ്പര്യമാണ്. മുഹമ്മദ് അലി, നിങ്ങൾ എന്തിനാണ് ഇത് തിരുത്താൻ പറയുന്നത്? മുഹമ്മദ് അലി ക്ലേ പറഞ്ഞു, ഞാൻ കറുത്തവനാണ്, ഞാൻ സാധാരണക്കാരനാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പരമപാപമാണ്. പക്ഷേ എന്റെ പേര് മുഹമ്മദ് അലിയാണ്. ആ മുഹമ്മദ് അലി എന്നത് എന്റെ ഹബീബിന്റെ പേരാണ്. റസൂലുള്ളാഹി എന്റെ ഹബീബിന്റെ പേരാണ്. ആ പേര് അങ്ങനെ ആരെങ്കിലും വന്ന് ചവിട്ടി മെതിച്ച് നടക്കാനുള്ള പേരല്ല. ഏറ്റവും സാധാരണക്കാരനായ മുഹമ്മദ് അലി ക്ലേ ആണെങ്കിൽ പോലും എനിക്കിട്ട പേര് ഈ ലോകത്തിന്റെ നായകനായ നബിയുനാ റസൂലുള്ളാഹി ഹബീബിന്റെ പേരിനെ ചവിട്ടി മെതിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് എന്റെ പ്രോഫറ്റിന്റെ, എന്റെ പ്രവാചകന്റെ പേര് അങ്ങനെ ആളുകൾക്ക് കയറി ചവിട്ടാനുള്ളിടത്തേക്ക് ഞാൻ അനുവദിക്കും. ഉസിരോടുകൂടി ലോകത്തിനെ മുഴുവനും ഇസ്ലാമിനെ അന്ധകാരത്തിലേക്ക് തള്ളിയെറിയാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ അമേരിക്ക പോലത്തെ ഇസ്ലാമിക വിരുദ്ധ രാജ്യത്തിന്റെ മണ്ണിൽ കിടന്നിട്ട് ഒരു മനുഷ്യൻ ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ലോകത്ത് ഉസിരോടുകൂടി പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും നിലച്ചു മുഹമ്മദ് അലി ക്ലേയുടെ ഹാൾ ഓഫ് ഫെയിം തിരിച്ചെടുത്തു. കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളുടെ നിബന്ധന ഞങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾക്ക് ഈ വർഷം തന്നെ. ഞാനതൊക്കെ ഗൂഗിളിൽ ചെന്നിട്ട് ഹാൾ ഓഫ് ഫെയിം എന്ന് അടിച്ചു നോക്കുക, ഈ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് കാണാം ഹാൾ ഓഫ് ഫെയിം എന്ന ആ വിശാലമായ ഹാളിൽ ഒരൊറ്റൊരാളുടെ പേര് മാത്രം ചുമരിൽ എഴുതിയിരിക്കുന്നു. ബാക്കി എല്ലാവരുടെ പേരും നിലത്തെഴുതിയിരിക്കുന്നു. ആരുടേതാണ് ചുമരിൽ? മുഹമ്മദ് അലി ക്ലേ. മുഹമ്മദ് അലി ക്ലേയുടെ പേര് മാത്രം ചുമരിൽ, ബാക്കി എല്ലാവരുടെയും പേര് താഴെ. എന്റെ അത്ഭുതം! ലോകത്ത് സത്യം പറയാന്, ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചത്തെ പറയാന്, ലോകത്ത് ഈമാനുള്ളവർ, ഉള്ളിലെ നൂറിനെ കണ്ടെത്തിയവർക്ക് ഒരു ഏത് അന്ധകാരം മുറ്റി നിൽക്കുന്ന പ്രദേശത്തും വിളിച്ചു പറയാനുള്ള സങ്കോചമുണ്ട്. കാരണം പ്രപഞ്ചത്തിന്റെ വെളിച്ചം അവരിൽ ലയിച്ചതാണ്. അത് അല്ലാഹുവിന്റെ നൂറ് കിട്ടിയവരാണ്. അല്ലാഹുവിന്റെ വെളിച്ചത്തെ സ്വീകരിക്കാൻ കരുത്ത് കിട്ടിയവരാണ്. ആ കരുത്ത് കിട്ടിയാൽ പിന്നെന്ത് പേടി, പിന്നെന്ത് നന്മയുടെ ആ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പിന്നെന്ത് മടിയാണ്? മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ലോകം മുഴുവൻ കീഴടങ്ങി. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ആ മുഹമ്മദ് അലി ക്ലേയുടെ പേര് ചുമരിൽ, ബാക്കി എല്ലാ ലോകശില്പികളുടെയും പേര് താഴെ എഴുതി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനീ പറഞ്ഞ അകമേ വെളിച്ചം കൊണ്ടു നടക്കാൻ മത്സരിക്കുന്നവർ ആരാണെങ്കിലും ആ വെളിച്ചത്തെ ജീവിതത്തിൽ അണമുറിയാതെ മരണം വരെ പിന്തുടരുമെന്ന് ഉറപ്പുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ പരമക്കാരുണ്ണികനായ തമ്പുരാന് ലോകത്തെ വെളുപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന വെളിച്ചം കൊടുക്കുക സാധാരണമാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ എത്രയധികം ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച ഒരു മരണമുണ്ടായിട്ടില്ല. മഹാനായ മുഹമ്മദ് അലി ക്ലേയുടെ പോലെ അമേരിക്ക പോലൊരു ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് വരെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല മനുഷ്യനെന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ ആ മനുഷ്യൻ അത്ര കണ്ടുകൊണ്ട് നിലനിന്ന് അത് ഫണ്ടമെന്റലായ വിശ്വാസിയാണെന്ന് ലോകപ്പെടുവൻ വിളിച്ചു പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഊരാച്ചിയായ മതവിശ്വാസിയാണ് എന്ന് ലോകപ്പെടുവൻ വിളിച്ചു പറഞ്ഞിട്ടും ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതര മതചിന്തകളിലുള്ളവർ, സയനിസ്റ്റ് ചേരിയിലുള്ളവർ പോലും ഒരു വേള പറഞ്ഞു, ഇതൊരു നല്ല മനുഷ്യനാണ്, ഈ നൂറ്റാണ്ട് കണ്ട ഇതിഹാസമാണ്. ആ മനുഷ്യൻ ശരിയായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരാളാണ്. നിങ്ങൾ നോക്കൂ, പൂർവ്വസൂരികളായ മഹാന്മാര് മുതൽ ഇന്ന് ലൗകികമായ കായിക ലോകത്ത് ജീവിച്ചൊരു മനുഷ്യന് പോലും ഇങ്ങനെ അന്തസ്സോടെ തന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ സാക്ഷി നിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ുള്ള ആളുകളെ താഴ്ത്തുന്നതാണ്. ലോകത്തിലെ ആഗോള സുന്നി പണ്ഡിതരിൽ പ്രഗത്ഭമതിയായ വിചക്ഷണനായ ഷേഖ് ഹംസ യൂസുഫിനെ പോലെയുള്ള മഹാന്മാര് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ നന്മയുള്ള, വൈജ്ഞാനികമായ, ആത്മീയ പ്രൗഢിയുള്ള മനുഷ്യനാണ് മുഹമ്മദ് അലി എന്ന് വിളിച്ചു പറയാൻ. എന്നിട്ട് ആ മയ്യത്തിന്റെ ഭാഗമൊന്ന് പിടിച്ചു കൊണ്ടുപോയി മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എന്നെ ത്രസിപ്പിക്കുന്നത് ഇതൊരു നല്ല ദീനിനെ കണ്ടെത്തിയ, നൂറ് കണ്ടെത്തിയ മനുഷ്യനാണ്. ഇരുട്ടിന്റെ അഗാധതയിൽ നിന്ന് വെളിച്ചത്തിന്റെ വിശാലതയെ കണ്ടെത്തിയ മഹാൻ. ലോകത്ത്
ലോകത്താർക്കും സാധ്യമാകുന്ന ഒരാഴം. പക്ഷേ അതിന്റെ മാനദണ്ഡം ആത്മീയതയാണ്. അതിന്റെ മാനദണ്ഡം വെളിച്ചമാണ്. അത് വന്നാൽ നിങ്ങൾ ഏത് പ്രലോഭനങ്ങളെയും മറികടക്കുന്നതാണ്, ഏത് പ്രകോപനങ്ങളെയും മറികടക്കുന്നതാണ്. ഏതേത് സൗകര്യങ്ങളുടെ മുന്നിൽ നിന്ന് പോലും വേണ്ടാന്ന് വെക്കാനുള്ള കരുത്തുള്ളവരാണ്. അതുകൊണ്ടാണ് എനിക്ക് നൽകുന്ന അംഗീകാരങ്ങളെ നിങ്ങൾ തിരിച്ചെടുത്തോ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആനിനെ അതിനെ പുണരാനുള്ള ഭാഗ്യമാണ് മരണം വരെ എനിക്ക് വേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹബീബായ നബി പോലും ലോകത്തോ ഹബീബായ നബി ജീവിതത്തിന്റെ നിസ്സംഗമായ നിമിഷങ്ങളിൽ പോലും കൈവിടാതെ ആ സത്യത്തെ വേണ്ടാന്ന് വെക്കാനുള്ള ശേഷി, തിരസ്കരിക്കാനുള്ള പ്രൗഢി, വേണ്ടാന്ന് വെക്കാനുള്ള ശേഷി അതെല്ലാ മനുഷ്യനും കഴിയില്ല, എല്ലാ മനുഷ്യനും പ്രാപ്യമല്ല. വെളിച്ചമുള്ളവന് മാത്രമേ വേണ്ട എന്ന് വെക്കാനുള്ള ശക്തി ലഭിക്കാൻ സാധ്യതയുള്ളൂ. വേണ്ട എന്ന് വെക്കാൻ മിനൽ കുഫാരി ഇന്ദാ മുഹമ്മദി ലക മുൽകുനാ ഇൻ കുന്ത തത്ലുബു മാലാ ഔ ശിഅത സവദനാക തറഅസു മക്ക ഔ ശിഅത തബ്ബബ്നാക കൈ തഗ്താലാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഞാനിപ്പറഞ്ഞ ജാഹിലിയ്യ ലോകത്തുള്ളവർ വന്നിട്ട് പറയുകയാണ്, ആ കാലഘട്ടത്തിന്റെ വെളിച്ചത്തിന്റെ അടയാളമായ, ഭാഗ്യപ്രകാശത്തിന്റെ അടയാളമായ മാനദണ്ഡങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. വഫദും മിനൽ കുഫാരി ഇന്ദാ മുഹമ്മദി ലക മുൽകുനാ ഇൻ കുന്ത തത്ലുബു മാലാ. മുതലാണോ മുഹമ്മദേ നിനക്ക് വേണ്ടത്? അധികാരമാണോ മുഹമ്മദേ നിനക്ക് വേണ്ടത്? ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നിന്നെ ആക്കാം. ഇവിടുത്തെ പണത്തിന്റെ പത്രാസിന്റെ അപരിമേയമായ അതിന്റെ അധികാരം മുഹമ്മദേ നിനക്ക് നൽകാം. എല്ലാം നിനക്ക്. ഔശീത സവദനാക തറഅസു മക്ക ഔശീത തബ്ബബ്നാക കൈ തഖ്താലാ. പെണ്ണ് വേണമെങ്കിൽ പെണ്ണ് തരാം, അധികാരം വേണമെങ്കിൽ അധികാരം തരാം, പ്രൗഢി വേണമെങ്കിൽ പ്രൗഢി തരാം. നബിയേ, അങ്ങേക്ക് വേണ്ടത് എന്താണ്? മുഴുവനും തരാം. ഭൗതിക ലോകത്തിന്റെ പ്രകാശങ്ങളെല്ലാം തരാം, ഭൗതിക ലോകത്തിന്റെ അടയാളങ്ങളെല്ലാം തരാം. പുരോഗതിയുടെ പുരായാനത്തിന്റെ പ്രതീകങ്ങളായ ആ കാലഘട്ടത്തിലെ ഭാഗ്യ സൗന്ദര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പകുത്തു നൽകാം. അങ്ങ് ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ നൂറില്ലേ അതിനെ നിങ്ങൾ തിരസ്കരിക്കുക, അതിനെ പറിച്ചെറിയുക, അതിനെ പകുത്ത് പുറത്തിടുക. സമിഅ റസൂലു അല്ലാഹുവല്ലാത്ത ഒന്നിനെ എനിക്ക് വേണ്ട, അല്ലാഹുവല്ലാത്തൊരു സത്യത്തെ എനിക്ക് വേണ്ട, അല്ലാഹുവല്ലാത്തൊരു സൗന്ദര്യത്തെ എനിക്ക് വേണ്ട, അല്ലാഹുവല്ലാത്ത തനത് മൂല്യത്തെ എനിക്ക് വേണ്ട. പരമകാരുണികനായ അല്ലാഹു മാത്രം മതി, പരമകാരുണികനായ അല്ലാഹു മാത്രം മതി, പരമകാരുണികനായ അല്ലാഹു മാത്രം മതി. ലഖ്തറതുഹു സുബ്ഹാനഹു വ തആല. എന്റെ റബ്ബാണ് എന്റെ തെരഞ്ഞെടുപ്പ്. ബാക്കിയൊക്കെ വേണ്ടാന്ന് വെക്കാനല്ല ശേഷി. ലോകത്ത് വിശ്വാസികൾക്ക് മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ് വേണ്ടെന്ന് പറയാൻ കഴിയുക. ലോകത്ത് ബാക്കിയൊക്കെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെന്ന് പറയാൻ ഈമാനൊന്നും വേണ്ട, അതാർക്കും കഴിയും. ഒരു 1000 രൂപ ഡെയിലി എല്ലാവരും കൊണ്ടുത്തരും, ആരെങ്കിലും കൊണ്ടുത്തരുമെങ്കിൽ ഓൻ നമ്മൾ എത്ര വലിയ നേതാവാക്കാൻ നമ്മൾ റെഡിയാണ്. അയാൾ എത്ര കണ്ട് നമ്മൾ ബഹുമാനിക്കാനും റെഡിയാണ്. അയാൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ നമ്മൾ റെഡിയാണ്. കാരണം 1000 കൊണ്ടാണ് വരുന്നത്. വാങ്ങുന്നത് വേണമെന്ന് പറയാൻ വലിയ വിടുക്കൊന്നും വേണ്ട, തരുന്നത് വേണ്ട എന്ന് പറയണമെങ്കിൽ ഈമാൻ തന്നെ വേണം. ലോകത്തെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചൊരു ഈമാനുള്ളവരുടെ ലക്ഷണം അവർ വേണ്ട എന്ന് വെക്കാൻ, തിരസ്കരിക്കാൻ കഴിയുന്നവരാണ്, നോ പറയാൻ കഴിയുന്നവരാണ്. നമുക്കത് കഴിയില്ല. നമ്മൾ പലതിനോട് നോ പറയാൻ നമുക്ക് കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതിനോട് നോ പറയാൻ നമുക്ക് കഴിയില്ല. ഇത് വേണ്ടാന്ന് വെക്കാൻ, വേണ്ടാന്ന് വെക്കാൻ, ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ ലാഭം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ തരത്തിലുള്ള സൗഹൃദം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ ബന്ധം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ വഴിയിലുള്ള മുതൽ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ വഴിയിലുള്ള സൗന്ദര്യം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ വഴിയിലുള്ള ലഹരി എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, ആ വഴിയിലുള്ള ആനന്ദം എനിക്ക് വേണ്ടാന്ന് വെക്കാൻ, അങ്ങനെയുള്ള ഒരു ഹരവും എനിക്ക് വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. അധികാരം വേണ്ടാന്ന് വെക്കാൻ, മുതൽ വേണ്ടാന്ന് വെക്കാൻ, പെണ്ണ് വേണ്ടാന്ന് വെക്കാൻ,
സൗകര്യങ്ങളുടെ വെച്ച് നീട്ടുന്ന ചീട്ടുപലികകൾ കയ്യിൽ കിട്ടുമ്പോ അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഈമാൻ അത് വിശ്വാസിയുടെ കയ്യിലുണ്ടാവും. ആ ഈമാനുള്ളവർക്ക് അതാണ് 200 പേരെ വെല്ലാൻ കഴിയുന്ന 20 പേരുടെ പ്രത്യേകത. അതാണ് യുദ്ധരണാങ്കണത്തിൽ, ബദറിന്റെ യുദ്ധരണാങ്കണത്തിൽ, ഉഹദിന്റെ യുദ്ധരണാങ്കണത്തിൽ, ഇസ്ലാമിക പോർക്കളങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഈമാനുള്ളവരുടെ ലക്ഷണം വേണ്ടാന്ന് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈത്തപ്പഴം കയ്യിൽ പിടിച്ച് ആ ഈത്തപ്പഴം തന്റെ നാവിലേക്ക് വെച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിതന്റെ അടുത്ത് അള്ളാന്റെ റസൂല് നിന്നെ വിളിക്കുന്നുണ്ട് യുദ്ധത്തിനെന്ന് പറയുമ്പോ ആ വായിൽ കടിച്ചു വെച്ച ഈത്തപ്പഴമെന്ന് മുഴുമിപ്പിക്കാൻ പോലും തയ്യാറാകാതെ പാതിക്കടിച്ച ഈത്തപ്പഴത്തിൽ നിന്ന് പകുതി അടർത്തിയെടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ പോവുകയാണ്, ഇനി എനിക്ക് മറ്റൊരു വിശ്രമത്തിന്റെ അടയാളമില്ല, ഞാൻ എന്റെ ഹബീബ് വിളിച്ചിടത്തേക്ക് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞ് വായിൽ കടിച്ചു പിടിച്ച് ഈത്തപ്പഴം പൂർത്തിയാക്കാൻ പോലും സാവകാശം വെക്കാതെ കാത്തിരിക്കാതെ ഓടി നടന്ന സ്വഹാബാക്കളുടെ വേണ്ടാന്ന് വെക്കാനുള്ള കരുത്ത്, അവർ ഈമാനിന്റെ നൂറിന്റെ വെളിച്ചത്തിന്റെ ആ നൂർ ആ ശക്തമായ ഉസിരുള്ള ഈമാനിക ഹിദായത്തിന്റെ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചത്തെ പ്രാപിച്ചവരുടെ ലക്ഷണമാണ്. ആദിരാത്രിയുടെ മണിയറയിൽ തന്റെ പെണ്ണിന്റെ ചാരത്തിരുന്നിട്ട് തന്റെ പെണ്ണിനോടൊപ്പം തന്റെ ജീവിതം പങ്കുവെക്കാൻ ഒരുങ്ങുമ്പോ അപ്പോഴതാ ഓടി വന്നിട്ട് പറയുന്നു, ആളെ തികഞ്ഞിട്ടില്ല, അങ്ങയെ കൂടി കൂട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ മടിച്ചെന്നോട് പറഞ്ഞതാണ്. അങ്ങയുടെ കല്യാണമാണിന്ന്, ഇന്ന് ആദിരാത്രിയാണ്, പെണ്ണിന്റെ കൂടെയുള്ള ആദ്യത്തെ സല്ലാപമാണ്, സൗഹൃദമാണ്. അല്ലാഹുവിന്റെ റസൂല് പലതവണ ആലോചിച്ചു നിങ്ങളെ വിളിക്കാതിരിക്കാൻ, പക്ഷെ ആളില്ല, നമ്മൾക്ക് വിളിക്കാതിരിക്കാൻ വയ്യ. ഹബീബ് മടിച്ചു നിങ്ങളെ വിളിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാളമുണ്ടെന്ന് അറിഞ്ഞപ്പോ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ വിളിക്കുന്നത്, എനിക്ക് പോകാതിരിക്കാൻ വയ്യ പെണ്ണേ, ഇനി ഒരു നിമിഷം പോലും നിന്റെ അടുത്ത് സല്ലപിച്ച് നിന്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ് ശൃംഗരിച്ച് പിടിയിരിക്കാൻ എനിക്ക് കഴിയില്ല പെണ്ണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാളമാണ്, ദീനിന്റെ വിളിയാളമാണ്. അല്ലാഹു വിധി കൂട്ടിയാൽ ഞാൻ ആ യുദ്ധരണാങ്കണത്തില് ഷഹീദായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ എന്റെ പെണ്ണേ നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ട് അവിടെ വെച്ച് നമുക്ക് ദമ്പതികളായി അവിടെ ഒന്നിക്കാം. അല്ല, എനിക്ക് ഷഹീദാകാതെ എന്റെ ജീവൻ തിരിച്ചു കിട്ടി മുഅ്മിനീങ്ങൾ ജയിച്ചു വന്നാൽ നിന്റെ കൂടെ പെണ്ണേ നിന്റെ ഭർത്താവായി ദുനിയാവിൽ ഞാൻ ജീവിക്കാമെന്ന് പറയുമ്പോ പരിഭവം പറയാതെ പരിദേവനങ്ങളില്ലാതെ കൈപിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ഇനി ഒരു നിമിഷം പോലും എന്നോട് ശൃംഗരിച്ച് നിങ്ങൾ നിൽക്കണ്ട. ഹബീബിന്റെ വിളിയാളമല്ലേ നമ്മൾ ശരീരത്തിന്റെ സുഖത്തെക്കാൾ വലുത് ആ ദീനിന്റെ നൂറിന്റെ വിളിയാണ്. നിങ്ങൾ പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് അണച്ചുവെച്ച കിടപ്പറയുടെ മണിയറയുടെ ഇരുട്ടിന് പകരം പുറത്ത് കൊളുത്തിവെച്ച വെളിച്ചത്തെ ഏറ്റെടുത്തിട്ട് ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ച ആ മഹാനായ അല്ലാഹുവിന്റെ വേണ്ടപ്പെട്ട ആ നന്മയുടെ വെളിച്ചത്തിന്റെ അടയാളമായ റളിയല്ലാഹു അൻഹു വറദു അൻഹു എന്ന് ഖുർആനും അല്ലാഹുവിന്റെ അപാരമായ സന്ദേശം നൽകി സന്തോഷിപ്പിച്ച ആ മഹാന്മാർക്ക് ഇറങ്ങി ഓടി നടക്കാൻ നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പെണ്ണാണ്, നിങ്ങൾ ജീവിച്ചാൽ നമുക്കൊന്നിച്ചുള്ള ജീവിതം അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് യാത്രയാക്കാൻ ഒരു കന്യകക്ക് കഴിയുന്നത്, അങ്ങനെ യാത്ര പറയാൻ ഒരു ചെറുപ്പക്കാരന് കഴിയുന്നത് ആത്മീയമായ വെളിച്ചത്തെ തൊട്ടറിഞ്ഞ മുഅ്മിനിന്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തതൊക്കെ അല്ലാഹു പുറത്തേ റളിയല്ലാഹു അൻഹു അവർ അല്ലാഹുവിന്റെ നൂറിനെ പ്രാമുഖ്യം കൊടുത്ത് ഉള്ളിലെ നൂറിനെ കൊളുത്തിവെച്ചവരാണ്. അവര് ഉള്ളിലെ ഇരുട്ടിനെ ഭേദിച്ചവരാണ്. ആ ഉള്ളിലെ ഇരുട്ടിനെ ഭേദിച്ച് പുറത്തെ വെളിച്ചത്തെ കണ്ടെത്തിയവർ ഏത് നിമിഷത്തിലും ആ അല്ലാഹുവിന്റെ പ്രാപഞ്ചിക വിളിക്ക് ഉത്തരം കൊടുക്കുന്നവരാണ്. ഏത് നഷ്ടങ്ങളും സഹിക്കാൻ കരുത്തുള്ളവരാണ്, വേണ്ടാന്ന് വെക്കാൻ കരുത്തുള്ളവരാണ്, ഉസിരോടുകൂടി ആ ജീവിതത്തെ കണ്ടെടുക്കാനുള്ള കരുത്തുള്ളവരാണ്. ലോകത്ത് ജയിച്ചവരുടെ അടയാളമാണ്. ലോകത്ത് ജീവിതത്തിൽ എനിക്ക് സുഖം വേണ്ട എന്ന് തീരുമാനിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ മഹാന്മാരുടെ പ്രത്യേകത അതാണ്. നോ പറയാൻ കഴിയാം, വേണ്ടാന്ന് വെക്കാൻ കഴിയാം, അതത്ര എളുപ്പമല്ല. കേട്ട് താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി പോലും നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്യുന്നവരാണ്. അവിടെയാണ് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടെന്ന് പറയാനുള്ള ഉശിര്. ഈ സമുദായത്തിന്റെ മുന്നിൽ തല നഷ്ടപ്പെട്ട്, നെഞ്ചൂക്ക് നഷ്ടപ്പെട്ട്, അഭിമാനം നഷ്ടപ്പെട്ട്, കൈനീട്ടി എരന്ന് തല കുനിച്ച് ഏത് വൃത്തികേടിനും അടിമപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിലെ താണ സംസ്കാരം,
ആ നൂറും ഹിദായത്തും ഈമാനും ഇല്ലാത്തവന്റെ ലക്ഷണമാണ്. നമ്മൾ ദുനിയാവിന്റെ ഈ താവട്ടത്തിലുള്ള ഈ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ദീനിന് ഏതറ്റം വരെയും തലതിരിച്ച് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിന് തരം താഴ്ത്താൻ മത്സരിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് ഇതുപോലെയുള്ള പ്രകാശം കണ്ടെത്തിയ മഹാന്മാരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താഴാൻ കഴിയില്ല. വേണ്ട എന്ന് പറയാൻ അവർക്ക് കഴിയും. അങ്ങനെ വേണ്ട എന്ന് പറയാൻ കഴിയുമ്പോ, എനിക്ക് സഞ്ചരിക്കാൻ സൗകര്യം വേണ്ട, എനിക്ക് വീട് വേണ്ട, എനിക്ക് ജീവിത സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ആ ലോകത്ത് എനിക്ക് ഇവിടെ ഒരു ഇരുട്ട് അനുഭവിക്കുന്നേയില്ല. ആത്മീയമായ ആഴങ്ങളിലെത്തിയവർ ലോകത്ത് കണ്ടെത്തുന്ന വിശാലമായ വെളിച്ചത്തിന്റെ അടയാളം അതാണ്. അവരുടെ വിജയം അവര് വേണ്ടാന്ന് വെക്കാൻ കഴിഞ്ഞതാണ്. നമ്മളൊരു നിസ്സാരമായ ആവശ്യത്തിന് വേണ്ടി പോലും അല്ലാഹുവിന്റെ ദീനിനെ ഒഴിവാക്കാൻ മത്സരിക്കുന്നവനാണ്. വേണ്ടാന്ന് വെക്കാനുള്ള കരുത്തില്ലാത്തവനാണ്. ഹറാമിനോട് വേണ്ടാന്ന് പറയാന് കൈ നിറയെ പണം കിട്ടുമ്പോ അല്ലാഹുവിനെയോട് മനസ്സിൽ കണ്ടുകൊണ്ട് വേണ്ടാന്ന് പറയാനുള്ള ഉസിര് നഷ്ടപ്പെട്ടു പോയവരാണ്. ആ ഉശിര് നഷ്ടപ്പെട്ടത് പുറത്തെ പ്രകാശം ഒരു മുസ്ലിം എന്ന പ്രകാശവുമായി നമ്മൾ നടക്കുന്നവനാണ്. അകത്തെ യഥാർത്ഥ മുസ്ലിമിന്റെ വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചത്തെ അനുഭവിക്കാൻ കഴിയാതെ വിട പറയുന്നവരാണ് നമ്മൾ. അകത്തെ വെളിച്ചമാണ് പ്രധാനം, ഉള്ളിലെ വെളിച്ചമാണ് പ്രധാനം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ ബിക മുത്മഇന്ന. അല്ലാഹുവേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് നഫ്സൻ ബിക മുത്മഇന്ന, നിന്നിൽ ശാന്തമായൊരു മനസ്സ്, നിന്നിൽ രൂഢമൂലമായൊരു മനസ്സ്, നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഒരു മനസ്സ്. അല്ലാഹുവേ, എന്റെ തെരഞ്ഞെടുപ്പിൽ നീയാണ് എപ്പോഴും മുന്നിൽ വരുന്നത്. എന്റെ പദവിയല്ല, എന്റെ അധികാരമല്ല, എന്റെ പത്രാസല്ല. ആർക്കാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെയും എന്നെയും ഏതെങ്കിലും ഒരു കസേരയിൽ ഒരാൾക്ക് ഇരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. ആ കസേരയിൽ ഇരുത്തേണ്ടവൻ പരമകാരുണ്യകനായ തമ്പുരാനാണ്. ആളുകൾ വെച്ച് നീട്ടുന്ന കസേരക്ക് വേണ്ടി മനുഷ്യന്റെ ദീനിന്റെ വെളിച്ചത്തെ കളയുന്നവൻ ഉള്ളിലെ പ്രകാശത്തിന്റെ ഉശിര് കണ്ടെത്താൻ നഷ്ടപ്പെട്ടു പോയവനാണ്. ആ മൂല്യത്തെ തൊട്ടറിയാൻ കഴിയാത്തവനാണ്. കയ്യിൽ കിട്ടുന്ന നോട്ടുകെട്ടുകൾക്ക് വേണ്ടി എത്ര താണു പോകാനും കഴിയുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തെ കണ്ടെത്താൻ ജീവിതം കൊണ്ട് തോറ്റുപോയവനാണ്. ആ തോറ്റുപോയവർക്ക് താൽക്കാലിക ജയമേ ഉള്ളൂ. അവർ ലോകത്ത് ജയിക്കാത്തവരാണ്. ലാ തത്ലുബന്ന മഈശതൻ ബിതദല്ലുലി ഫലയതിയന്നക റിസ്ഖുകൽ മഖ്ദൂറു. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി തരം താഴരുത് മനുഷ്യ, അങ്ങനെ തരം താഴാൻ പാടേയില്ല. ഫലയതിയന്നക റിസ്ഖുകൽ മഖ്ദൂറു. അല്ലാഹു കണക്കാക്കിയ നന്മ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുമേ. രണ്ട് കാര്യങ്ങള് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും കൂടെ സഞ്ചരിക്കുന്നതാണ്. ഒന്ന് അജലാണ്, മറ്റൊന്ന് റിസ്ഖാണ്. ആ രണ്ട് സംഗതി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും കൂടെ സഞ്ചരിക്കും. ഒന്ന് ആയുസ്സാണ്. നിങ്ങൾ ഇനി എത്ര ഓടി ഒളിച്ചാലും എന്നെ പിടിക്കേണ്ട സമയത്ത് അള്ളാഹു എന്നെ പിടിക്കുക തന്നെ ചെയ്യും. എന്റെ റിസ്ക്കാണ്, അത് ആരെല്ലാം തടഞ്ഞാലും എനിക്ക് കിട്ടും. കാരണം എന്റെ റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്റെ അജല് അള്ളാഹുവിന്റെ കയ്യിലുള്ളതുപോലെ എന്റെ റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്റെ അജല് അള്ളാഹുവിന്റെ കയ്യിലുള്ളതുപോലെ എന്റെ ആയുസ്സിൽ ഒരു ദിവസം പോലും ഒരാൾക്ക് കൂട്ടിത്തരാൻ കഴിയാത്തതുപോലെ എന്റെ റിസ്കിൽ ഒരു അംശം പോലും ഒരാൾക്ക് കൂട്ടിത്തരാൻ കഴിയില്ല. അള്ളാഹു വിചാരിക്കാതെ. മനുഷ്യനാണെങ്കിലോ അജലിനു വേണ്ടി ഏത് തോന്നിവാസവും ചെയ്യും, റിസ്കിനു വേണ്ടി ഏതറ്റം വരെയും തരം താഴും. ഇത് രണ്ടും മനുഷ്യന്റെ ഖദറിലുള്ള വിശ്വാസത്തിനെതിരാണ്. ഇത് രണ്ടും മനുഷ്യന്റെ ഈമാനിക ബോധത്തിനെതിരാണ്. ഇത് രണ്ടും മനുഷ്യന്റെ തവക്കുലിനെതിരാണ്. ഇത് രണ്ടും മനുഷ്യനിലെ ഹിദായത്തിന്റെ ബോധത്തിനെതിരാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമാണ്. ഒരംശം ഒരൽപ്പം പോലും അത് ചിന്തിച്ചിട്ട് സമയം കളയാത്തവൻ, അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ച് തരം താഴുന്നവനല്ല. അത് അല്ലാഹു തരുമെന്ന് കണ്ടുകൊണ്ട് പണിയെടുക്കുന്നവനാണ് മുഅ്മിൻ. വിശ്രമിക്കുന്നവനല്ല, ഓടി നടക്കുക. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട ഹാജി സാഹിബും അതുപോലെ ബഹുമാന്യനായ ഉസ്താദും ഒക്കെ സൂചിപ്പിക്കുന്നത് കേട്ടു. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു സ്ഥാപനത്തിന്റെ മാസച്ചെലവ്, അത് മാസമാകുമ്പോഴേക്ക് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണത് പരിഹരിച്ചു പോകുന്നത്, എങ്ങനെയാണത് പൂർത്തിയാകുന്നത്, ഇന്നും ഞങ്ങൾക്കൊരു അത്ഭുതമാണ്.
ഒരംശം പോലും അന്തസ്സോ അസ്തിത്വമോ കീഴടക്കാതെ അള്ളാഹു കണക്കാക്കിയ റിസ്ക് ഈ കുന്നിൻ ചെരുവുകൾ കയറിക്കടന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ഭക്ഷണം കൊടുക്കാൻ, ഇവിടുത്തെ ഉള്ളവരുടെ ദീനിന്റെ പ്രകാശം തീർക്കാൻ, ഇവിടെ ലോകത്തുള്ള ഏതവന്റെ കയ്യിലുണ്ടെങ്കിലും പരിശുദ്ധ ദീനിന്റെ വെളിച്ചം കണ്ടെത്തുന്ന അള്ളാഹുവിന്റെ ഇഖ്ലാസിന്റെ തനിമ കണ്ടെത്തിയ മനുഷ്യരുടെ കരങ്ങളിലേക്ക്, ആ പ്രവൃത്തിയുടെ കരങ്ങളിലേക്ക് പരമകാരുണ്യകനായ തമ്പുരാൻ പിടിച്ചെടുത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം റിസ്ക് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, അജല് നിങ്ങൾ ഉണ്ടാക്കാത്തതുപോലെ, അജല് നമ്മൾ ഉറപ്പിക്കാത്തതുപോലെ റിസ്ക് നമ്മൾ ഉറപ്പിക്കുന്നതല്ല. ഇത് രണ്ടും അള്ളാഹു തരുന്നതാണ്. അതിൽ അത്ഭുതം അള്ളാഹു ചെയ്യേണ്ടവനാണ്. കൊട്ടാരങ്ങളിൽ കിടക്കുന്നവന് രാത്രിയുടെ നന്ദിയാമങ്ങളിൽ രാവിലെ പുലരുമെന്ന് ഉറപ്പ് പറയാതെ നാവിട്ട് കടിച്ച് കഷ്ടപ്പെട്ട് രാത്രിയിൽ കിടന്ന് മരിക്കുന്നവൻ കൊട്ടാരങ്ങളിൽ കോടിക്കണക്കിന് രൂപയില്ലാഞ്ഞിട്ടല്ല, രാവിലെ വരെ പുലരുവാനുള്ള ആയുസ് അവന്റെ കോടികളുടെ പണക്കെട്ട് കൊണ്ട് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. വാങ്ങാൻ അവന് കഴിയില്ല. നിങ്ങൾ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, ആ സമ്പത്തിന്റെ പ്രൗഢിയുടെ മുന്നിൽ നിങ്ങളുടെ ആയുസിന്റെ ഒരംശം വില കൊടുത്തു വാങ്ങാൻ കഴിയില്ല. പിന്നെ മനുഷ്യൻ ആയുസ് വാങ്ങാൻ കഴിയാതെ കോടികൾ മുടക്കി നമ്മൾ അള്ളാഹുവിനോട് മത്സരിക്കുന്നത് പോലെ ഭക്ഷണത്തിനു വേണ്ടി നമ്മൾ പലതരത്തിൽ ശ്രമിച്ചു നോക്കുന്നു. അധ്വാനം രണ്ടും അള്ളാഹുവിന്റെ നിശ്ചയമായ വഴികളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അധ്വാനിക്കാതിരിക്കാൻ പറ്റൂ? ഇല്ല. കാരണം എന്താ? മഹാനായ ഇമാം ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. ഷഖീഖ് തങ്ങൾ ഇബ്രാഹിമിന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഉടനെ പറഞ്ഞു, ഞാൻ പോകുന്നത് എന്റെ റിസ്കിനെ തേടിയാണ്. റിസ്ക് അള്ളാഹു തരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ച് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വർഷങ്ങളോളമായി ഇറങ്ങി നടക്കുന്ന എനിക്ക് എവിടെയോ എന്റെ ഭക്ഷണം അള്ളാഹു എടുത്തു വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി ഞാൻ പോവാണ്. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഷഖീഖ് എവിടെ എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നിനക്ക് അങ്ങനെ വെറുതെ തോന്നാണ്. അധ്വാനിക്കുക, പണിയെടുക്കുക, കഷ്ടപ്പെടുക, അപ്പൊ അല്ല എങ്ങനെയെങ്കിലുമൊക്കെ തരും, നിങ്ങൾ പോയി പണിയെടുത്തു നോക്കി. ഉടനെ പറഞ്ഞു, അല്ല, എന്തായാലും അള്ളാഹു ആണല്ലോ ഈ ഭൂമിയിൽ റിസ്കൊക്കെ കൊടുക്കുന്നവൻ, അപ്പൊ റിസ്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ഭൂമിയില്ല അല്ലാഹു റിസ്ഖുഹ, അതുകൊണ്ട് റിസ്ക് ഉണ്ട്, ഞാൻ പോവാണ്. അങ്ങനെ വിജനമായ പ്രദേശത്ത് ഇങ്ങനെ തപ്പി റിസ്കും തപ്പി പോവാണ്. അങ്ങനെ കുറെ പോയി. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, കിട്ടിയാൽ എന്നോടൊന്ന് വിവരം പറയണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പുതിയ ഇൽമാണല്ലോ, നമുക്ക് പോയി പെറുക്കാലോ. അങ്ങനെ ഇവർ പോയി തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം അദ്ദേഹത്തിനോട് ചോദിച്ചു, കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല. പിന്നെന്തേ മടങ്ങിയത്? അത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം ഒരു കണ്ണ് കാണാത്ത ഒരു കുഞ്ഞിക്കുരുവി അതൊരു കൂട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരു അമ്മക്കുരുവി അതിങ്ങനെ പുറത്തുപോയി ചിറകിട്ടടിച്ച് ഇങ്ങനെ പാറിപ്പറന്ന് രാവിലെ പോയി വൈകുന്നേരം വരികയാണ്. വരുമ്പോ ചിറകിനുള്ളിലും കൊമ്പിനുള്ളിലൊക്കെ ഭക്ഷണം ഇങ്ങനെ ഇറക്കി പിടിച്ച് കൊണ്ടുവന്നിട്ട് അത് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ശേഷം ആ കൊമ്പിലും ചിറകിലൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് ആ കണ്ണ് കാണാത്ത കണ്ണുപൊട്ടയായ കുഞ്ഞുക്കുരുവിക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ആ കുഞ്ഞുക്കുരുവി മെല്ലെ ഇങ്ങനെ തപ്പി നോക്കിയാൽ തിന്നാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ അമ്മക്കുരുവി അവിടുന്ന് പാറിപ്പറന്ന് പുറത്തുപോയി. ഇബ്രാഹിമിന് അദ്ദേഹം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ നിങ്ങളൊന്നും അങ്ങനെ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടുത്തരും. ആ ആരോരുമില്ലാത്ത കണ്ണ് കാണാത്ത കുഞ്ഞുക്കുരുവിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ഒരു പക്ഷിയെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട്, അല്ല ഇങ്ങോട്ട് കൊണ്ടുത്തരും. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട ഷഖീഖ്, നീ എന്തേ ആ കുഞ്ഞിക്കുരുവിയെ മാത്രം കാണുന്നു? എന്തുകൊണ്ടാണ് ആ വലിയ അമ്മക്കുരുവിയെ കാണാത്തത്? ഈ ഭൂമിയിൽ നിന്ന് ഫതവക്കലു ഹഖ തവക്കുലിഹി ലറസഖനാകും കമാ യർസുഖു തൈർ തഗ്ദു ഹിമാസം വതറുഹു ബിതാന. രാവിലെ കൂട്ടുന്ന് പുറത്തുപോയി ചിറകിട്ടടിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വയറും നിറച്ച് വൈകുന്നേരം വീട്ടിലുള്ളവർക്ക് കൂടി ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആ അമ്മക്കുരുവിയെ പറ്റി എന്തേ ഷഖീഖ് നീ കാണാത്തത്? ഈ വാങ്ങി ഓശാരം പറ്റി കഴിയുന്ന കുഞ്ഞുക്കുരുവിയെ മാത്രം എന്തയ്യ കണ്ടത്? ആ ഷഖീഖിന് വല്ലാത്ത ഉള്ളറിവുള്ളൊരു വാക്കായി മാറി. കേട്ടപ്പോ പറഞ്ഞു, ശരിയാണ്, കൊടുക്കേണ്ട കുരുവിയെ കണ്ടില്ല, വാങ്ങുന്ന കുരുവിയെ മാത്രം കണ്ടു. നമ്മളെ ജീവിതത്തിൽ ഞാനും നിങ്ങളും തോറ്റുപോകുന്നത് ആ കുരുവിയെ കണ്ട് ജീവിതം പണിയുന്നതിലാണ്. നമ്മൾ കൊടുക്കേണ്ട കുരുവികളാണ്, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പിടയേണ്ട കുരുവികളാണ്, നമ്മൾ ചിറകിട്ടടിക്കേണ്ട കുരുവികളാണ്. നമ്മൾ രാവിലെ നോറ്റ് കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഈ കുന്നിന് മുകളിൽ 100 കുട്ടികളുണ്ട്, അവരുടെ ഭക്ഷണം കൂടി എന്റെ ചിറകിനെള്ളിൽ ഉണ്ടാവണമെന്ന് കാണേണ്ട അമ്മക്കുരുവി. ആ അമ്മക്കുരുവിയുടെ ബോധമുണ്ടാകുമ്പോഴാണ് കുഞ്ഞുക്കുരുവിക്ക് സംരക്ഷണം ഉണ്ടാവുക. അല്ലാണ്ട് എല്ലാവരും കുഞ്ഞുക്കുരുവിയുടെ പണിയെടുത്താൽ ഈ ദുനിയാവ് പിശാചിന്റെ കേദാരമായി മാറും. വിശ്രമിക്കുന്ന ഈ ഭൂമിയിൽ പണിയെടുക്കാത്ത അലസന്മാരുടെ ലോകമായി മാറും. അപ്പൊ ഇമാം ഷഖീഖ് ഇത് കേട്ടപ്പോ പറഞ്ഞു, തഗ്ദു ഹിമാസ വതറൂഹു ബിതാന.
രാവിലെ ഇറങ്ങുമ്പോ തകുതു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ അർത്ഥം വെക്കാൻ രാവിലെ പോവുക എന്നാണ്. പക്ഷെ ആ അർത്ഥം മതിയാകില്ല എന്നാണ് എന്റെ വിശ്വാസം. തകുതു എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ അതിന്റെ നേർ തർജുമ ഗോ ആൻഡ് ടേക്ക് ആൻ അറ്റംപ്റ്റ് എന്നാണ്. ചില ഉസ്താദുമാരോടൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ തന്നെ എനിക്ക് അർത്ഥം വെച്ചത്. തകുതു ഹിമാസ എന്ന് പറഞ്ഞാൽ വെറും പോക്കല്ല, പോയി പരിശ്രമിക്കാന്നാണ്. അധ്വാനം എന്നൊരു സാധനം അതിൽ മഫ്ഹൂമാണെന്നാണ്. തകുതു ഹിമാസ ഗോ ആൻഡ് ടേക്ക് ആൻ അറ്റംപ്റ്റ്. ഈ പോവുക പണിയെടുക്കുക. രാവിലെ വെറുതെ പോണല്ലോ, പോയിട്ട് അധ്വാനിക്കാൻ പോവാണ്. അതിൽ ഇസ്തിറാഹത്ത് വിശ്രമം എന്ന് പറഞ്ഞൊരു സാധനം അതിലുണ്ട് എന്നാണ്. അപ്പൊ തെറൂഹു ബിത്താന വൈകുന്നേരം വരുമ്പോ വിശ്രമിക്കാൻ കണക്കാക്കിയിട്ട് വരിക, രാവിലെ പോകുമ്പോ പണിയെടുക്കാൻ കണക്കാക്കിയിട്ട് പോവാ. അപ്പൊ തകുതു എന്ന് പറഞ്ഞാൽ പണിയെടുക്കാനുള്ള പോക്ക് രാവിലെ പോകണം, അധ്വാനിക്കാനുള്ള പോക്ക് രാവിലെ പോകണം, ചിറക് നിറക്കാനുള്ള പോക്ക് രാവിലെ പോകണം, വയറ് നിറക്കാനുള്ള പോക്ക് രാവിലെ പോകണം എന്നാണ് ഉദ്ദേശം. അതിനെ നിർണയിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. തവക്കുൽ, തവാക്കുൽ, ഇത് രണ്ടുമാണ് ആ മനുഷ്യർക്ക് ഉണ്ടാവുക. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഞാനീ പറഞ്ഞ നൂറുള്ളവരുടെ പ്രത്യേകതയാണ് തവക്കുൽ. തവാക്കുൽ എന്ന് പറഞ്ഞാൽ നൂറ് കണ്ടെത്താത്ത ഉഴപ്പന്മാരുടെ, ആലസന്മാരുടെ, അള്ളാഹുവിന്റെ ദീനിലെ പോയത്തക്കാരുടെ അടയാളമാണ്. എന്താ തവക്കുലും തവാക്കുലും തമ്മിലുള്ള വ്യത്യാസം? തവാക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക, വീട് തുറന്നിടുക, കള്ളം കയറരുതെന്ന് ദ്വാരക്കുക, ജലാലിയ റാത്തീവ് നേർച്ചേക്കുക, വായിൽ തുറന്നിടുക എന്നിട്ട് നേർച്ചേക്കുക, പശുവിനെ കെട്ടിയിടാതിരിക്കുക, ഇതിന്റെ മൊയ്തീശികളെ നിങ്ങൾ നോക്കണം എന്ന് പറയാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വണ്ടി സ്റ്റാർട്ടാക്കിയിടുക എന്നിട്ട് ഇത് പോകരുത് എന്ന് പറയാ. ഇത് തവാക്കുലാണ്. ആ തവാക്കുല് ആരും ഏറ്റെടുത്തിട്ടില്ല. മഹാന്മാർ ഏറ്റെടുത്തിട്ടില്ല, അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല, ഈ ഭൂമിയിൽ ഒരാളും ഏറ്റെടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് ഒരു ഒട്ടകത്തിനെ ഒരാൾ കഴിച്ചിട്ടിട്ട് അതിനപ്പുറത്ത് നിന്ന് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ്, ഞാൻ നിസ്കരിക്കാൻ പോവാണ്, അതുകൊണ്ട് ഒട്ടകം എവിടെയും പോകരുത്, ഞാൻ അള്ളാനെ വഴിപ്പെടാൻ പോവാണ്. അള്ളാഹുവിന്റെ റസൂൽ ദേഷ്യം പിടിച്ചുകൊണ്ട് മുഖമാകെ ചുവന്ന് തുടുത്തു എന്നാണ്. എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, തവക്കൽ, ആദ്യം പിടിച്ച് കെട്ടിയിടറ, എന്നിട്ട് അള്ളാഹുവിനെ തവക്കലാക്കുക. ഇത് അഴിച്ചിട്ടിട്ട് അള്ളാഹുവിനെ തവക്കലാക്കുക, അത് സംസ്കാരമുള്ളവന്റെ പണിയല്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനെ തവക്കലാക്കുക. രാവുമുതലും പകലും പണിയെടുക്കുക. റബ്ബേ ഇത് ഈ തരണേന്ന് പറയാം, കൊണ്ടുപോയി ഇഞ്ചി നടുക, എന്നിട്ട് അതിനെ നോക്കുക, എന്നിട്ട് അതിനെ വളയിടുക, എന്നിട്ട് പറയാം പഠിച്ചോ ഈ ഇഞ്ചി നാശാവരുത്, ഇത് വിളവ് തരണേ റബ്ബേ. കൊണ്ടുപോയി നീ നട്ടുപിടിപ്പിക്കുക, എന്നിട്ട് ആ നട്ടുപിടിപ്പിക്കണതിന് ഫലം ഉണ്ടാകണമെന്ന് പറയാം. മോനെ കൊണ്ട് സ്കൂളിൽ ചേർക്കുക, എന്നിട്ട് ഈ പഠിച്ചൊരു സാധനം നന്നായി വരണമെന്ന് പറയാം. ചെയ്യേണ്ട പണി ചെയ്യുക, എന്നിട്ട് തവക്കുലാക്കുക. അതാണ് തവക്കുൽ. തവാക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ എല്ലാം അള്ളാഹനെ ഏൽപ്പിക്കുക. എല്ലാം അള്ളാഹ് കണക്കാക്കിയതിൽ എന്തൊരു പ്രശ്നം. കച്ചവടം വിജയിച്ചാൽ, നമ്മളൊരു കച്ചവടം തുടങ്ങി അത് വിജയിച്ചാൽ നമ്മൾ എന്താ പറയാ? ഞാൻ എന്റെ ചോര നീരാക്കി കുറെ കാലായി കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയെടുത്താണ് ഈ സാമ്രാജ്യമൊക്കെ. പൊളിഞ്ഞാലോ? അള്ളാന്റെ ഓരോ തീരുമാനം. പൊളിച്ചത് പടച്ചോൻ, ഉണ്ടാക്കിയത് നമ്മളെ. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ധാരണ. കാരണം എന്താ? ഉണ്ടാകുന്നതൊക്കെ അള്ളാഹു നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ആരെങ്കിലും പഠിച്ച എഞ്ചിനീയർ ആയാൽ ഞാൻ ഉറക്കൊഴിച്ച് പഠിച്ചുണ്ടാക്കിയതാണ്. പൊട്ടിയാലോ? ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല, പടച്ചോൻ കണക്കാക്കിയതല്ലേ കിട്ടൂ. അപ്പൊ എഞ്ചിനീയറിംഗ് നിങ്ങൾ കണക്കാക്കിയത്, തോറ്റത് അള്ളാഹ് കണക്കാക്കിയത്, ജയിച്ചത് നമ്മളെ കൊണ്ട്, തോറ്റത് അള്ളാഹുവിനെ കൊണ്ട്. ദരിദ്രനായത് പടച്ചോൻ കാരണം, സമ്പന്നനായത് ഞാൻ കാരണം. എങ്ങനെയാ സംഭവിക്കാം? ആരോഗ്യമുള്ളവനായത് എന്നെ കൊണ്ട്, രോഗിയായത് അള്ളാഹിനെ കൊണ്ട്. നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കൊണ്ട് പെണ്ണിനെ കല്യാണം കഴിച്ചത് എന്റെ മിടുക്ക്, ഞാൻ കണ്ടെത്തി. എനിക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കുടുംബജീവിതം കിട്ടി, അള്ളാന്റെ പരീക്ഷ. എല്ലാം നഷ്ടങ്ങളൊക്കെ റബ്ബിന്റെ അക്കൗണ്ടിൽ, വിജയങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ. നിങ്ങളെ ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങളുടെ വിഴുപ്പലകകൾ വേറെയാളുടെ തോളിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് 100 കണ്ടെത്തിയവന്റെ പണിയാണ്. ഇത് ഭൂമിയിൽ ചെയ്യാം. അപ്പൊ തവാക്കുല് വേണ്ട. സമുദായം ഇന്ന് 80% തവാക്കുലിന്റെ പറയുകയാണ്. മക്കൾ ആരെങ്കിലുമൊക്കെ നന്നാക്കും, ആരെങ്കിലൊക്കെ ആയിട്ട് നന്നായിക്കോളും, ജീവിതം എങ്ങനെങ്കിലൊക്കെ മെച്ചപ്പെടും, വരുമാനം എങ്ങനെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നോക്കണ്ട. പടച്ചോനില്ലേ മേലെ? എന്ത് പടച്ചോൻ? അള്ളാഹു തരണമെങ്കിൽ ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, ഈ സമുദായം മെച്ചപ്പെടാൻ നമ്മൾ വളർത്തണ്ടേ? ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ പണിയെടുക്കണ്ടേ? ഈ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ കഷ്ടപ്പെടണ്ടേ? നമ്മുടെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടേതായ നിക്ഷേപങ്ങൾ നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുക്കുമ്പോഴാണ് തവക്കുലിന്റെ തനത് സൗന്ദര്യം. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന ആത്മീയമായ ഉത്തരവാദിത്തമാണ് ഒരു മുഅ്മിനിന് പ്രധാനമെന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നതിന്റെ ഗൗരവം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമൂഹത്തിൽ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക.
പിന്നെ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് നടക്കും, നമ്മുടെ ജീവിത സബര്യ കൊണ്ട് നടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാലാകുന്ന പരിശ്രമങ്ങൾ മുഴുവൻ ചെയ്തിട്ട് നിങ്ങൾ ഈ മാസത്തിൽ കൊണ്ടു നടക്കുന്ന ജലാലിയാറാത്തീബ് പോലെ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ജീവിതത്തിൽ ഒരു നിത്യസബര്യയാക്കി മാറ്റിയ ആ വലിയ പശ്ചാത്താപ വിവശമായ മനസ്സുകളുടെ നന്മയുള്ള ആ പ്രൗഢിയുള്ള അദ്കാറുകളുണ്ടല്ലോ, അതൊരു മനുഷ്യന്റെ ഉള്ളിൽ തട്ടി ആ പാരായണം ചെയ്യുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ് എന്ന വലിയ സത്യത്തെ വിളിച്ചു പറയാനുള്ള ധൈര്യം വരിക അപ്പോഴാണ്. അസ്തഗ്ഫിറുല്ലാഹ് മിമ്മാ സിവല്ലാഹ് വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. എന്റെ ഉടലും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ ശരീരവും എന്റെ നിശ്ശബ്ദതയും എന്റെ നിശ്ചലതയും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും വലത്തോട്ടും ഇടത്തോട്ടും തെക്കോട്ടും പടിഞ്ഞാറും എവിടെ നോക്കിയാലും വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. അല്ലാഹനെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരെ നോക്കിയാലും അല്ലാഹ്, എവിടെ നോക്കിയാലും അല്ലാഹ്, എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹ്. വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. ഭൂമിയിലെ നിശബ്ദതയുടെ ശ്വാസം പോലും അല്ലാഹു എന്നെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ആ തൻഫീസിൽ പോലും അല്ലാഹുവിന്റെ ദിക്റിന്റെ ആഴമെന്ന് ബോധ്യപ്പെടുത്തുന്നുവെന്ന് മഹാന്മാര്. നിന്നെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ തൊട്ട് അശ്രദ്ധമാക്കുന്ന ഒന്നുമില്ല എന്ന് മഹാന്മാർ. 24 മണിക്കൂറും ഒരു മനുഷ്യന് ദിക്റിലാകാം. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിനക്ക് നഷ്ടപ്പെടില്ല, നിന്റെ 100 കവിയാണെങ്കിൽ എന്ന് മഹാന്മാര്. ആ വെളിച്ചം ഉറപ്പിച്ചാൽ വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹ്. ഈ ഭൂമിയിലെ സർവവും അള്ളാഹുവിന്റെ തനത് സൗന്ദര്യത്തെ, ആ ചൈതന്യത്തെ, മൂല്യത്തെ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സ് ഒരു ഉത്തരവാദിത്തമാണ്. ഇതുപോലെയുള്ള മുഹൂർത്തങ്ങൾ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ആഴമേ പ്രതിജ്ഞയാണ്. റബ്ബിന്റെ മുന്നിലേക്ക് വണങ്ങാനുള്ള ഏറ്റവും വലിയ മനസ്സിന്റെ തയ്യാറെടുപ്പാണ്. റബ്ബിന്റെ മുന്നിലേക്ക് വണങ്ങിയും വഴങ്ങിയും അള്ളാഹുവിന്റെ ദീനിന്റെ ശക്തിയെ കണ്ടെത്താനുള്ള മനുഷ്യന്റെ പ്രതിജ്ഞയുടെ ഭാഗമാണ്. അവിടെയാണ് മാസം തോറും ഇതുപോലെ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ അപാരമായ നന്മകളെ ഉരുവിട്ടുകൊണ്ട് മഹാന്മാരുടെ തബറുക്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് ഈ വൈജ്ഞാനിക പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതൊരു നഷ്ടമാവില്ല. ജീവിതത്തിലേക്ക്, ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള ആഴമേറിയ നീക്കിയിരിപ്പായി അത് മാറുക തന്നെ ചെയ്യുമേ. കാരണം അതൊരു ഉത്തരവാദിത്തമാണ്, അത് നന്മയുടെ അടയാളമാണ്, അത് മുഅ്മിനിന്റെ ലക്ഷണമാണ്, അത് 4 ബോധങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പ്രഖ്യാപനമാണ്. അവനെ ഫിക്റിലേക്ക്, ദിക്റിലേക്ക്, ശുക്റിലേക്ക്, അമലിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഘടകമാണ്. ഫിക്ർ എന്നത് നിരന്തരമായ ചിന്തയാണ്. ഞാൻ പറഞ്ഞു ചിന്ത, ജീവിതം എന്നത് ഇങ്ങനെ ഒരു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണെന്ന് ചിന്ത. അങ്ങനെ വെളിച്ചം വരുമ്പോ ആ ചിന്ത മനുഷ്യനെ ആഴത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്ന സത്യങ്ങളെ കണ്ടെത്താനുള്ള ചിന്ത. ആ ചിന്ത വന്നാൽ ഫിക്ർ നിങ്ങളെ ദിക്റിലേക്ക്, ദിക്ർ നിങ്ങളെ ശുക്റിലേക്ക്, ശുക്ർ നിങ്ങളെ അമലിലേക്ക് സഞ്ചരിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ദീനിന്റെ ആഴമേറിയ പാഠ്യമതാണ്, ബോധ്യമതാണ്. നിങ്ങൾ ഫിക്ർ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ റബ്ബിന്റെ വഴികളെ കണ്ടെത്താനുള്ള ഫിക്ർ ശരീരത്തിൽ നിറക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ജീവിതത്തിൽ നിറയെ കൊണ്ട് നടക്കുക. ആ ഫിക്ർ നടത്തുമ്പോ നിങ്ങൾ ദിക്ർ അറിയാതെ ചൊല്ലുമേ അല്ലാ 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 എന്ന ശബ്ദം അറിയാതെ നാം ഇന്നുമ്പത്ത് തത്തിക്കളിക്കാൻ തുടങ്ങും. കാരണം ഫിക്റുള്ളവന്റെ നാവിൽ ദിക്ർ സ്ഥായിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഫിക്റും ദിക്റുമുള്ളവൻ എപ്പോഴും ശുക്റുള്ളവനായിരിക്കും, നന്ദിയുള്ളവനായിരിക്കും, അള്ളാഹുവിന്റെ മുന്നിൽ വഴിപ്പെടുന്നവനായിരിക്കും, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായിരിക്കും, കിട്ടിയതിന് നന്ദിയുള്ളവനായിരിക്കും, കിട്ടിയതിന് ഖനാഅത്തുള്ളവനായിരിക്കും, കിട്ടിയ കാര്യങ്ങളിൽ നിലയുള്ളവനായിരിക്കും. എന്നിട്ട് ശുക്ർ, റബ്ബേ എനിക്ക് തന്നതിനത്രയും ശുക്റുണ്ട് തമ്പുരാനെ എന്ന് നന്ദിയോടെ സ്മരിക്കുന്നവനായിരിക്കും. ഫിക്റുണ്ടെങ്കിൽ ദിക്റുണ്ട്, ദിക്റുണ്ടെങ്കിൽ നിങ്ങൾ ശുക്റുള്ളവനാണ്, ശുക്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്രമമില്ല, നിങ്ങൾ അമലുള്ളവനാണ്, അമല് ചെയ്യുന്നവനാണ്, അമലിനെ കോർത്തെടുക്കുന്നവനാണ്, അമല് നിങ്ങളുടെ ശീലമായി മാറുന്നതാണ്. ഫിക്റും ദിക്റും ശുക്റും അമലും നമ്മളെ നടത്തുക എങ്ങനെയാണ്? അതാ മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് നമ്മളിങ്ങനെ ഓർക്കുന്ന മഹാന്മാരായ ഇതുപോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രത്യേകത, ഫിക്ർ അവരെ വഴി നടത്തി, അതവരെ ദിക്റിൽ ലയിപ്പിച്ചു. ആ ദിക്ർ അവരുടെ ജീവിതാവസാനം വരെ ശുക്ർ കൊടുത്തു. ആ ശുക്ർ അവരെ മരിക്കുന്നവരെ അമലായി കൊണ്ടു നടന്നു. ആ അമല് അവരുടെ ജീവിതത്തിന്റെ അടയാളമായി മാറി.
അങ്ങനെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇന്ന് ശുക്റില്ലാത്ത അമലുകളാണ്, ദിക്റില്ലാത്ത ഫിക്റുകളാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം. നന്ദിയില്ലാത്ത പ്രവർത്തികൾ, ദൈവിക സ്മരണയില്ലാത്ത ചിന്തകൾ, ഇത് രണ്ട് ലോകത്തിന് അപകടമാണ്. അതുപോലെ നന്ദിയില്ലാത്ത അമല്, ദിക്റില്ലാത്ത ഫിക്ർ ലോകം നശിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉള്ളത് ദിക്റില്ലാത്ത ഫിക്ർ, അള്ളാഹനെ മറന്നിട്ടുള്ള ചിന്തകൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നു. ലോകത്ത് മുഴുവൻ മനുഷ്യൻ അത്തരം ചിന്തകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എന്ന സത്യത്തിന് ഈ ലോകത്ത് ഇടമില്ലാതാകുന്നു. അങ്ങനെ വരുമ്പോ അമല്, ശുക്റില്ലാത്ത അമല്, ശ്വാസം തന്ന റബ്ബിനെ മറക്കും, ജീവവായു തന്ന അള്ളാഹുവിനെ മറക്കും, ശരീരം തന്ന അള്ളാഹുവിനെ മറക്കും, കുടുംബത്തെ തന്ന അള്ളാഹുവിനെ മറക്കും, കുഞ്ഞിനെ തന്ന റബ്ബിനെ മറക്കും. അള്ളാഹുവിനോട് നന്ദിയില്ലാത്ത അമല് മനുഷ്യനിൽ വരും. അമല് ബിദൂനി ശുക്ർ വൽ ഫിക്ർ ബിദൂനി ദിക്ർ, ഇത് രണ്ടും ഒരു ലോകത്തിന്റെ അടയാളമായി മാറും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ശുക്റുള്ള അമല്, ഫിക്റുള്ള ദിക്ർ, അത് രണ്ടും നിലനിർത്താൻ നമുക്ക് കഴിയലാകണം. ഈ ജലാലിയ ചൈതന്യമുള്ള ഈ ക്യാമ്പസിലെ ഇതുപോലെയുള്ള വൈജ്ഞാനിക വിരുന്നുകളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, ബഹുമാന്യനായ തൃപ്പനച്ചി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരുടെ ഇജാസിയത്തിൽ ആരംഭം കുറിച്ച ഒരു മഹത്തായ ചടങ്ങ്, അത് നിലനിർത്തേണ്ടതിന്റെ പ്രാമുഖ്യം അതാണ്. അത് നമ്മുടെ ഫിക്റിനെയും ദിക്റിനെയും ശുക്റിനെയും അമലിനെയും ചലിപ്പിക്കാനുള്ള അപാരമായ ജാഗ്രതയുടെ അടയാളങ്ങളാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമ്മൾ ചെയ്താൽ യുരീദൂന നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു. അങ്ങനെ വരുമ്പോ അവരെല്ലാവരും പരിശ്രമിക്കും. എന്തിന്? യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാന്റെ നൂറിനെ കെടുത്താൻ അവരൊക്കെ ആ വായ കൊണ്ട് ഇങ്ങനെ ശ്രമിക്കും. ഒക്കെ ഈ പ്രകാശം ഒന്ന് കെട്ടുകിട്ടാൻ വേണ്ടി ലോകത്ത് മുഴുവൻ ആൾക്കാർ ഇറങ്ങിത്തരും. അത് ഐസിസിന്റെ രൂപത്തിൽ, ഭീകരവാദികളുടെ രൂപത്തിൽ, അമേരിക്കയുടെ രൂപത്തിൽ, സൈനിസത്തിന്റെ രൂപത്തിൽ പല ജാതി പ്രകാശം കെടുത്താനുള്ള പല പ്രവർത്തനങ്ങൾ ലോകത്ത് വ്യാപകമാകും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരിങ്ങൾക്ക് എത്ര വെറുപ്പുള്ളതാണെങ്കിലും ശരി, ആ പ്രകാശം പൂർത്തീകരിക്കാൻ അള്ളാഹ് പൂർത്തീകരിച്ചിട്ടല്ലാതെ അള്ളാഹു സമ്മതിക്കൂല. അള്ളാഹ് തടയും ആ പ്രകാശം പൂർത്തീകരിക്കാനുള്ളത്. അള്ളാഹു മുത്തിമുനുരുകി മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നതാണ്. അള്ളാന്റെ നൂറിനെ, പ്രകാശങ്ങളെ പൂർത്തീകരിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഉള്ളിലെ നൂറ് കൊണ്ട് ആ നൂറിനെ അതെന്തായാലും പുറത്ത് നിലനിൽക്കൂല. പുറത്ത് ഒരിക്കലും അത് തകർക്കാൻ കഴിയൂല. കാരണം ഇറ്റ് ഈസ് നോട്ട് ദ ഷിപ്പ് ഇൻ ദ വാട്ടർ ബട്ട് ദ വാട്ടർ ഇൻ ദ ഷിപ്പ് ദാറ്റ് സിങ്സ് ഇറ്റ്. ഭൂമിയിലുള്ള കപ്പലുകളല്ല ഒരു കപ്പലിനെയും മുക്കിക്കളയുന്നത് കപ്പലിനുള്ളിലുള്ള വെള്ളമാണ്. അതുകൊണ്ട് ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ലോകത്ത് ഇസ്ലാം ഇല്ലാതാവുകയും ചെയ്യില്ല. ഹിഫാലത്ത് അള്ളാഹുവിന്റെതാണ്, ഖുർആനിന്റെ ഹിഫാലത്ത് അള്ളാഹുവിന്റെതാണ്, ദീനിന്റെ ഹിഫാലത്ത് അള്ളാഹുവിന്റെതാണ്. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അപ്പൊ നമ്മളെ പണി എന്താ? ആ തകരൂലെന്ന് ഉറപ്പുള്ള ആ വല്ലാഹു മുതിമ്മുനൂരിഹി, അള്ളാന്റെ നൂറിനെ പൂർത്തീകരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ പരമകാരുണ്യകനായ അള്ളാഹു തന്നെയാണ്. ഞാനാണ് പ്രകാശം, ആ പ്രകാശത്തെ പൂർത്തീകരിക്കുന്നവനും ഞാനാണ്. രണ്ടും അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു നൂറ് സമാവാത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു മുതിമ്മു നൂരിഹി, ആ നൂറിനെ പൂർത്തീകരിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാന്റെ നൂറിനെ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആകപ്പാടെ സംശയം ആ പൂർത്തീകരിക്കപ്പെടുന്ന നൂറ് ഉള്ളിലില്ലാതെ പോയി പോകുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ്. ആ തത്തിമ്മത്തുള്ള അല്ലെങ്കിൽ മുത്തിമ്മായെ അള്ളാഹു ഏറ്റെടുത്ത ആ നൂറിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ആത്മീയമായ വെളിച്ചത്തെ ഒരു ആഴമേറിയ സബരിയാക്കി മാറ്റാനും, എന്നിട്ട് മരണം വരെ സന്തോഷിക്കാനും മരിക്കുമ്പോൾ സന്തോഷിക്കാനും സ്ഥായിയായ സന്തോഷത്തിന്റെ സ്വർഗത്തെ അനുഭവിക്കാനും കഴിയുന്ന ആ ഒരു നന്മയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആ കരുത്തും പ്രൗഢിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന റബ്ബിന്റെ കാരുണ്യമുള്ള ഒരുപിടി പ്രവർത്തനങ്ങൾക്ക് ചടുലമായി സ്വപ്നം കാണുന്ന ഈ സ്ഥാപനത്തിന്റെ സാരഥ്യത്തിലിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കൾക്ക് അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അവരുടെ പരിശ്രമങ്ങളെയൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവർ ദീനിന്റെ വഴിയിലുള്ള ഖിദ്മത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നീ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. നീ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അത്യത്ഭുതകരമായ രൂപത്തിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ അവരുടെ പിറകെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ് തമ്പുരാനെ. അതുകൊണ്ട് ആ മുഅ്മിനീങ്ങളുടെ അത്യത്ഭുതകരമായ സന്തോഷങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നീ ഏൽപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് ആ പ്രൗഢിയും ഖ്യാതിയും ഉയർത്താൻ ഇതൊരു നിമിത്തമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ഇവിടെ നടക്കുന്ന ജലാലിയ റത്തീബിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ വിളിച്ചുകൂടാൻ പറ്റാത്ത കാരണത്തിന് നാളെ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ആണ് ഇന്ന് വരാമെന്ന് അത് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ആ ചടങ്ങിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഭാഗമാകാനും ഈ സ്ഥാപനത്തിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങൾ അറിയാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാനും ഇവിടെ തന്നെ മുത്തവ്വൽ പോലെയുള്ള വലിയ പരിശ്രമങ്ങൾ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും പുതിയ പുതിയ സമീപന രീതികൾ ഉപയോഗിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന കഴിവും കരുത്തു നൽകി പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ പദ്ധതികൾക്ക് ബഹുമാന്യനായ സംസ്ഥയുടെ ആത്മീയ സാരഥ്യം വഹിക്കുന്ന ആദരണീയനായ ജിബ്രി തങ്ങളുടെയൊക്കെ ഒരു കാർമ്മികത്വത്തിൽ അങ്ങനെ ഒരു വലിയ പരിശ്രമത്തിന് ഈ ഒരു സ്ഥാപനം തുടക്കം കുറിക്കുന്നുവെന്നുള്ളത് കേരളക്കരയിലെ വൈജ്ഞാനിക സ്നേഹികൾക്ക് ഇസ്ലാമിക പഠനത്തിന് താല്പര്യപ്പെടുന്ന പണ്ഡിത സുഹൃത്തുക്കൾക്ക് അതൊരു വലിയ ഒരു മാതൃകയാണ്, ഒരു വലിയ പ്രചോദനമാണ്. അല്ലാഹു അത് പൂർത്തീകരിക്കാനും നാട്ടിൽ ഏറ്റവും കൂടുതൽ മാതൃകായോഗ്യമായ ഒരു പഠന സമീപന രീതിയുള്ള ഒരു ക്യാമ്പസാക്കി ഇതിനെ മാറ്റാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.